വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 14 തിരുവചനങ്ങൾ 22 മുതൽ 31 വരെ. പുസ്തകമുള്ളവർക്ക് എല്ലാം എടുക്കാം, നോക്കാം. പുസ്തകം വേണ്ടിയവർക്ക് മേശപ്പുറത്ത് കാണും, അവിടെ കാണും. ഇത് വായിച്ച് കേൾക്കുന്ന പോലെ തന്നെ ഒന്ന് കാണുന്നതും കൂടെ നല്ലതാണ്. ഇത് കാണുന്നതും കേൾക്കുന്നതും ഹൃദയത്തിൽ എഴുതാനാണ്. ഹൃദയത്തിൽ ഇത് എഴുതിയാലേ നമുക്ക് അനുഗ്രഹം കിട്ടുകയുള്ളൂ, പാപം ചെയ്യാതിരിക്കുകയുള്ളൂ. ആലാപ്പോടുകൂടി സ്വസ്ഥത വേണമെങ്കിൽ വചന ഹൃദയത്തിൽ വേണം. വചന ഹൃദയത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്, പാപം ഉണ്ടാകുന്നത്, അസമാധാനം വരുന്നത്. ഈ ലാഭത്തോടുകൂടി നമുക്ക് ഈ തിരുവചനങ്ങൾ വായിക്കാം. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് സ്വസ്ഥത പോയതെപ്പോഴാണ്, പിന്നെ സ്വസ്ഥത കിട്ടിയതെപ്പോഴാണ്? മത്തായി 14:22 മുതൽ. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനിടയ്ക്ക് ശിഷ്യന്മാർ തനിക്ക് മുമ്പായി വഞ്ചിയിൽ കയറി അക്കരെയുള്ള ബെത്സയിദയിലേക്ക് പോകുവാൻ യേശു നിർബന്ധിച്ചു. ജനങ്ങളെ പിരിച്ചുവിട്ടതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ യേശു തനിച്ച് മലയിലേക്ക് കയറിപ്പോയി. സന്ധ്യയായിട്ടും അവൻ തനിച്ച് അവിടെ ഇരുന്നു. ശിഷ്യന്മാർ കയറിയതായ വഞ്ചി കരയിൽ നിന്നും വളരെ ദൂരെ പോയിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതുകൊണ്ട് അലയിൽപ്പെട്ട് വഞ്ചി ഉലഞ്ഞു. രാത്രിയുടെ 4 യാമത്തിൽ യേശു വെള്ളത്തിനു മീതെ നടന്ന് അവിടെ അടുക്കിലേക്ക് വന്നു. അവൻ വെള്ളത്തിനു മീതെ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭയപ്പെട്ട്, ഇതാ ഒരു ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. യേശു ഉടനെ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഈപ്പാവനോട്, എൻ്റെ കർത്താവേ, നീയാണെങ്കിൽ വെള്ളത്തിനു മീതെ കൂടി നിന്റെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ എന്നപേക്ഷിച്ചു. യേശു അവനോട് വരിക എന്ന് പറഞ്ഞു. ഈപ്പാ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൻ്റെ മീതെ നടന്നു. ശക്തമായ കാറ്റ് കണ്ട് ഭയന്ന് ഈപ്പാ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി. അവൻ ശബ്ദമുയർത്തി, എൻ്റെ കർത്താവേ, എന്നെ കടായി രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അവനോട്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് ചോദിച്ചു. അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റടങ്ങി. വഞ്ചിയിലുണ്ടായിരുന്നവർ വന്ന് യേശുവിനെ വന്ദിച്ചു. നീ സത്യമായ ദൈവപുത്രൻ തന്നെയെന്ന് പറഞ്ഞു. സ്വല്പസമയം ഇരിക്കാം. പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 2ാം ഞായറാഴ്ച വരുന്നു. അന്ന് പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം ഇന്ന് ഇവിടെ വായിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ഇവിടെ കുർബാനയില്ല. നാളെ ഗിവറീസ് ഏതാണ്ട് പെരുന്നാൾ നടത്തിക്കൊണ്ട് ഒരാഴ്ചത്തേക്ക് ഈ ധ്യാനമന്ദിരത്തിന് അവധി കൊടുക്കുകയാണ്. അപ്പോൾ നാളെ ഈ ഗിവറീസ് ഏതാണ്ട് പെരുന്നാൾ ആഘോഷിച്ച ശേഷം വെള്ളിയാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ ഒരാഴ്ചക്കാലം ഈ ധ്യാനമന്ദിരത്തിന് അവധിയാണ്. ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇവിടെയുള്ളവർ മൗനമായി മാറി എന്ന് പല സ്ഥലങ്ങളിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആയിരിക്കും. അതെന്തിനാണെന്നറിയാവോ? നമ്മുടെ ഹൃദയത്തിൽ വചനം എത്ര ശതമാനം എഴുതിയെന്നൊന്ന് പരിശോധിക്കാനാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇനി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ വചനം മുഴുവനും പതിഞ്ഞോ? അത് മുഴുവൻ രാവും പോലും ധ്യാനിക്കുന്നുണ്ടോ? അത് അനുഗ്രഹകരമായി അത് മാറിയോ? അത് സ്വസ്ഥത നമുക്ക് തന്നെയോ? സമാധാനം അതൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഒരു അവധി നല്ലതാണ്. അതുകൊണ്ട് ഈ അവധി ശരിക്കും പ്രയോജനപ്പെടുത്തി നമ്മുടെ ആത്മീയ നിലവാരം അളക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ പോവുകയാണ്. ആത്മീയമായൊരു ചെക്കപ്പ് നടത്താൻ ഓരോരുത്തരും അവരവരുടെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ മാറിയിരുന്ന് അങ്ങനെ ചെക്കപ്പ് നടത്തിയതിന് ശേഷമാണ് മെയ് മാസം 14-ാം തീയതി ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് നമ്മൾ കൂടുമ്പോൾ അത് പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 3ാം ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ ഈ 2ാം ഞായറാഴ്ചത്തെ പ്രഭാതത്തിലെ ധ്യാനം നമ്മൾ ഇപ്പോഴേ നടത്തുന്നു. അതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച ശേഷം നടന്നൊരു സംഭവമാണ്. 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചപ്പോൾ 5000 കുടുംബങ്ങൾക്ക് വയറ് നിറഞ്ഞു, രോഗശാന്തി കിട്ടി, സന്തോഷം കിട്ടി, സമാധാനവും കിട്ടി. പക്ഷെ അവരോട് കർത്താവ് പറഞ്ഞ എല്ലാ വചനവും അവർ ശ്രദ്ധിച്ചുമില്ല. ആ കർത്താവിൻ്റെ എല്ലാ പ്രസംഗത്തിലും ഊന്നി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. പാപപരിഹാരത്തിന് പാപിയെ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു ബലിയായി കാൽവറിയിൽ തകർക്കപ്പെടണം. അതിനുശേഷമേ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ആസ്വദിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പിശാചിന് നമ്മുടെ അവകാശം തീർന്ന് പാപപരിഹാര ബലി നടന്നതിന് ശേഷമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏത് പ്രസംഗം പറഞ്ഞാലും കർത്താവ് പറയും, ഞാൻ മരിക്കാൻ വന്നതാണ്, ഞാൻ മരിക്കണം, നിങ്ങളെ വഹിച്ചുകൊണ്ടായിരിക്കും, ഞാൻ വേദന അനുഭവിക്കണം, ഞാൻ ഉയർക്കണം, സ്വർഗാരോഹണം ചെയ്യണം,
അതിനുശേഷം കർത്താവ് പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിനെ തരും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകൂ, പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്താനൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞില്ല. പക്ഷെ അത് അവർക്ക് മനസ്സിലായില്ല, അതവിടെ ഹൃദയത്തിൽ എഴുതിയുമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് അനേകരെ ദൈവത്തിലേക്ക് നേടുവാൻ അപ്പോസ്തലന്മാർ കഴിഞ്ഞു. അത് പെന്തക്കോസ്ത് കഴിഞ്ഞാണ്. അനേകരുടെ ഹൃദയങ്ങളിൽ വചനം എഴുതി അവരെ മാനസാന്തരപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. അതും പെന്തക്കോസ്ത് കഴിഞ്ഞാണ്. വരാൻ പോകുന്ന പെന്തക്കോസ്തിയിലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ വചനം എഴുതിയാലേ ആത്മഫലം വിളയിക്കുന്ന ഒരു വേദിയായി, സന്തോഷവും സമാധാനവും ആത്മഫലങ്ങൾ വിളയിക്കുന്ന ഒരു കൃഷിസ്ഥലമായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അവരുടെ സ്വയപരിശോധനയ്ക്ക് വേണ്ടിയാണ് ഈ സംഭവങ്ങളെല്ലാം പിതാക്കന്മാർക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനങ്ങൾ സീനായി മലയിൽ പിതാവായ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് സ്വന്തം കൈകൊണ്ട് കല്ലേൽ എഴുതി കൊടുത്തതാണ് മോശെ ഇവർക്ക് കൊണ്ട് കൊടുത്തത്. പക്ഷെ അത് അവിടെ ഹൃദയത്തിൽ പതിയുന്നില്ല. അതിന്റെ കാരണം എന്താ? നമ്മൾ എത്ര പ്രാവശ്യം വേദോസം വായിച്ചു, എത്ര പ്രാവശ്യം പ്രസംഗം കേട്ടു, അതുകൊണ്ട് ഞങ്ങൾ മറക്കുക. അത് ഹൃദയത്തിൽ പതിയുന്നില്ല, ഹൃദയത്തിൽ ജ്വലിക്കുന്നില്ല. അത് വാക്കിലും പ്രവർത്തനം ചിന്തയിലും പ്രത്യക്ഷപ്പെടുന്നില്ല. അത് വേറെ സ്ഥലത്ത് കിടക്കുക. അപ്പൊ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കാത്തതിന്റെ കാരണം എന്താണ് എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽക്കാർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 40 കൊല്ലം മരുഭൂമിയിൽ കൂടെ നടന്നു. അവരിടയ്ക്ക് മരുഭൂമിയിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ വിശ്രമ വേളകളിൽ ആ മോശ എഴുതിയതാണ് ഈ ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള പുസ്തകങ്ങൾ. അവർക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്താമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ കിട്ടിയത് 2 പേർക്ക് 40 കൊല്ലം കഴിഞ്ഞാൽ. ഇടയ്ക്ക് ഉള്ള ലക്ഷക്കണക്കിന് പേര്, 6 ലക്ഷം കുടുംബങ്ങൾ മത്സരം കൊണ്ടും പിറുപിറുപ്പ് കൊണ്ടും വചനം ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടും വചനം തള്ളിക്കളഞ്ഞതുകൊണ്ടും അവർ മരുഭൂമിയിൽ പട്ടുപോയി. ഈ പുതിയ ഇസ്രായേലാകുന്ന നമുക്കും ഈ ഗതികേട് വരാം. ഈ AD 2017 സഭയുടെ അംഗങ്ങളായിരിക്കും നമ്മൾ ഒരു പെന്തക്കോസ്ത് പെരുന്നാളുകളെ ആചരിക്കാൻ പോവുക. 50 നോയമ്പ് കഴിഞ്ഞ് ഉയർപ്പ് പെരുന്നാളും കഴിഞ്ഞു. ഇനിയും നമ്മൾ സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കൊല്ലം ഇതൊക്കെ നടന്നതാണ്. പക്ഷേ ഈ വാഗ്ദത്ത നാടായ പാലും തേനും ഒഴുകുന്ന ദേശം നമുക്ക് കിട്ടിയത്. പാലും തേനും ഒഴുകുന്ന സ്ഥലമായി നമ്മുടെ വീടിനെയും നമ്മുടെ സഭയെയും നമ്മുടെ സമൂഹത്തെയും നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്താണെന്നാണ് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആവർത്തനം 6-ാം അധ്യായത്തിൽ നിങ്ങൾ കൈവശമാക്കാൻ കടന്ന് ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു എന്ന് പറഞ്ഞിട്ട്, അവ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശം സ്വന്തമാക്കണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ പാലിച്ച് കൽപ്പന പാലിക്കുന്നവർക്ക് മാത്രമേ അത് അവകാശമാക്കാൻ സാധിക്കുകയുള്ളൂ. നിന്റെ ജീവിതകാലമൊക്കെയും നീയും നിന്റെ മകനും മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവാൻ തക്കവണ്ണം അവയെ ഭയപ്പെടേണ്ടതിന് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് തന്നെ. അപ്പൊ ദീർഘായുസ് വേണമെങ്കിൽ, അനുഗ്രഹം വേണമെങ്കിൽ, പാലും തേനും ഒഴുകുന്ന ദേശം വേണമെങ്കിൽ, സ്വസ്ഥത വേണമെങ്കിൽ നമ്മളും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ വചനം പഠിക്കുകയും അത് ഹൃദയത്തിൽ എഴുതുകയും അത് ധ്യാനിക്കുകയും അത് ചർച്ചാവിഷയമാക്കുകയും അത് ധ്യാനിക്കുകയും വേണമെന്നാണ് പറഞ്ഞത്. 3-ാം വാക്യത്തിൽ ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്മയുണ്ടാകേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. അപ്പൊ നമുക്ക് നന്മ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടോ? തിന്മയുടെ ആക്രമണം ഒത്തിരി നമുക്കുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും നന്മ അനുഭവിക്കാൻ ഒക്കുന്നില്ല. പാലും തേനും ഒഴുകുന്ന ദേശത്ത് നമുക്ക് ഇതുവരെ എത്താനും ഒത്തിട്ടില്ല. നമ്മുടെ ദേശത്തെ പാലും തേനും ഒഴുകുന്ന ദേശമാക്കാൻ ഒത്തിട്ടില്ല. എപ്പോഴാ പാലും തേനും ഒഴുകുന്ന ദേശമാണെന്നറിയാവോ? ആ ഇസ്രായേൽക്കാർ ഇന്നത്തെ യോശുവയും കാലേബും ചേർന്നതായ ആ വാഗ്ദത്ത നാട് ഫലപുഷ്ടമായ നാടായിരുന്നു. ആ ഫലപുഷ്ടമായ നാട്ടിൽ ധാരാളം പുഷ്പങ്ങൾ വികസിച്ച് നിൽക്കുമായിരുന്നു. ആ പുഷ്പങ്ങളെല്ലാം തേനീച്ചകൾ പോയി തേൻ ശേഖരിച്ചു വന്ന് എല്ലാ പുഷ്പങ്ങളിലെയും തേൻ ശേഖരിച്ച് ധാരാളം തേൻകൂടുകൾ ഉണ്ടാക്കുമായിരുന്നു. ആ തേനിന്റെ കൂടുകൾ തേൻ നിറഞ്ഞിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ തേനിന്റെ കൂടിന്റെ അടുത്ത് ചെന്നാൽ ഓരോരുത്തർ തൊട്ട് നോക്കാമായിരുന്നു. അതുപോലെ ഒഴുകുക. അവിടെ ഉണ്ടായിരുന്ന ആടുകൾക്കും പശുക്കൾക്കും ഈ പാലുള്ള എല്ലാ ജീവികൾക്കും നല്ല ആഹാരമായിരുന്നു അവിടെ.
നല്ല ആഹാരം നിന്ന് തടിച്ചു കൊഴുത്ത മൃഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പാല്, വീട്ടുകാർക്ക് മാത്രമല്ല, ഇവരെല്ലാം അടുത്താൽ പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവർ, കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. കിടാവ് കുടിക്കുമ്പം പാല് കിട്ടും, പഴാവ് ചേച്ചി മാറുമ്പോൾ പിന്നെയും ഒഴുകുക. അപ്പൊ വീട്ടുകാർ ചെന്ന് പാത്രം വെച്ച് ഞെക്കി എടുക്കും, പിന്നെയും ഒഴുകുക. അത്രയ്ക്ക് ആരോഗ്യമായിരുന്നു പറയും. അങ്ങനെ പാലും തേനും ഒഴുകുന്ന സ്ഥലമായിരുന്നു കനാൻ ദേശം. അത് സമൃദ്ധിയുടെ ലക്ഷണമാണ്. നമ്മുടെ ഹൃദയം വചനമാകുന്ന പാല് കൊണ്ട് നിറയുന്നുണ്ടോ? വചനമാകുന്ന പാല് കുടിക്കണം. വചനമാകുന്ന പാല് ഒരു ആടോ പശുവോ ചുരത്തുന്ന പോലെ വരുന്നവർക്കെല്ലാം ചുരത്തി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? പിള്ളേരെ കാണുമ്പോൾ, കിടാവിനെ കാണുമ്പം പശുവിന് തന്നെ അങ്ങ് ചുരത്തുക. എന്താ? ആ കിടാവിന് വേണ്ടിയാണ് ആ പാലുണ്ടാക്കിയിരിക്കുന്നില്ലേ? അപ്പൊ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മയ്ക്ക് പാലുണ്ടാകും. ആ അമ്മ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുഞ്ഞിന് കൊടുക്കാനുള്ള പാലം ഉണ്ടാകുക. നമ്മൾ വീണ്ടും ദൈവമക്കളെ വീണ്ടും ജനിപ്പിക്കാമെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പാല് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം മക്കളെയും കൊച്ചുമക്കളെയും വചനം പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വചനമാകുന്ന പാല് ഇങ്ങനെ ഉറവെടുത്തുകൊണ്ടേയിരിക്കും. ഓരോരുത്തർക്ക് ആവശ്യമുള്ള വചനം നമുക്ക് പാല് കൊടുക്കുന്ന പോലെ കൊടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കും. ഈ ഭാഗ്യം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ എന്താ പറ്റി? അതിന്റെ കാരണം എന്നാന്ന് പിന്നെ പറയുന്നത്. 4-ാം വാക്യത്തിൽ ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം ഇരിപ്പുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ വചനം ഇരുന്നാലേ പാപം ചെയ്യാതിരിക്കൂ എന്ന് 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് വേല ചെയ്താലും എന്ത് സംഭവിച്ചാലും വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ വചനപ്രകാരമായിരിക്കും പ്രതികരണം, അത് പുണ്യമായിരിക്കും. വചനമില്ലാത്ത പ്രതികരണങ്ങൾ പാപവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലിരിക്കണം. ഹൃദയത്തിലിരുന്നാൽ മാത്രം പോരാ, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നമ്മളുടെ ഹൃദയത്തിൽ വചനം നിറച്ചിട്ട് മക്കൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ? മക്കളുടെ കൂടെ ഇരുന്ന് വേദോസം വായിക്കാറുണ്ടോ? എന്നിട്ട് അവർക്കത് മനസ്സിലായോ എന്ന് ചോദിക്കാറുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കാറുണ്ടോ? അതുകൊണ്ടാണ് മക്കൾ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് ഇത് ഏറ്റു പറയണം. പെന്തിക്കോസ്ത് പെരുന്നാളിന് മുമ്പ്, അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് മുമ്പ്, നാളത്തെ ഗീവർഗീസേദായുടെ പെരുന്നാളിനെ ആഘോഷിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഏറ്റു പറഞ്ഞാൽ എങ്കിലേ നാളത്തെ ഗീവർഗീസേദായുടെ പെരുന്നാൾ നമുക്ക് അനുഗ്രഹമാകും. പല സ്ഥലങ്ങളിൽ പല പള്ളികൾ ഗീവർഗീസേദായുടെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് അനുഗ്രഹമാണെങ്കിൽ ഗീവർഗീസേദായുടെ ഹൃദയം നിറച്ച് വചനമായിരുന്നു. ആ ഹൃദയത്തിൽ നിറഞ്ഞ് വചനം നിന്നതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി തനിക്കുണ്ടായ പീഡകളും തനിക്കുണ്ടായ അനുഭവങ്ങളിൽ അനേകരെ നേടാൻ ഉപയോഗിച്ചു. ഗീവർഗീസേദായ്ക്കുണ്ടായ ദണ്ഡനങ്ങൾ, പീഡനങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും അനേകരെ യേശുവിലേക്ക് ആകർഷിച്ച് അനേകർക്ക് വചനം കൊടുക്കുവാനും വചനം നിവൃത്തിയാക്കുവാനും അതാണ് ഉപയോഗിച്ചത്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വചനം 100% എഴുതാത്തതിൻ്റെ കാര്യം എന്നാൽ നമ്മുടെ ഹൃദയം വഞ്ചന നിറഞ്ഞതാണ്. ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ അവസാനത്തെ വാചകം അതാ. ഏതാ ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ അവസാനം വായിച്ച വേദഭാഗം ഏതാ? പ്രഭാഷകന്റെ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം എന്താ? ഒന്നുകൂടെ നോക്കാവോ? നമ്മുടെ ഹൃദയത്തിൽ വചനം എഴുതാനൊക്കാത്തതിന്റെ കാര്യം അവിടെ വഞ്ചന നിറഞ്ഞതാണ് ഹൃദയം. കഠിന ഹൃദയം, വഞ്ചന നിറഞ്ഞ ഹൃദയം, കഠിന ഹൃദയം. ഈ കഠിന ഹൃദയത്തിൽ, വഞ്ചന നിറഞ്ഞ ഹൃദയത്തിൽ ഇത് എഴുതാനൊക്കെയില്ല. ഇന്ന് വായിച്ച അതൊന്ന് ഉദ്ധരിക്കാവോ? എത്രാമത്തെ വാക്യത്തിലാ അവസാനം വായിച്ചു നിർത്തിയത്? 30-ാം വാക്യത്തിൽ എന്നാ പറയുന്നു? അഹങ്കരിക്കരുത്, അഹങ്കരിച്ചാൽ വീഴ്ച വരും, മാനക്കേടും ഉണ്ടാവും. കർത്താവ് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി താഴ്ത്തും. കാരണം അപ്പൊ ഹൃദയം നിറയെ വഞ്ചന ഇരുന്നാൽ അതിനകത്ത് വചനം കയറുമോ? അപ്പൊ വഞ്ചന കളഞ്ഞേച്ച് വേണം. അതിനാ വേദോത്സവം വായിക്കുന്നതിന് പ്രാർത്ഥിക്കണം, ഭയത്തോടും മൃഗലോടും നിൽക്കണം, വചനത്തിൽ വിറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് ഒരുങ്ങി നിന്നാലേ ഇതകത്ത് കയറുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, ഹൃദയത്തിന്റെ അടിത്തട്ടിലെങ്കിലും കുറച്ച് വഞ്ചന കാണും, അതെല്ലാം മാറ്റണം. ഹൃദയം മുഴുവൻ ശുദ്ധമാകണം. കഠിന ഹൃദയത്തിൽ വചനത്തിന് കയറാനൊക്കെയല്ല. തകർന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയണമെന്നാണ് പറയുന്നത്. അങ്ങനെ തകർന്ന ഹൃദയം അത് ദൈവസ്നേഹത്തിൽ, ഭയത്തിലാണ് തകരുന്നത്. ദൈവഭയം കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും തകർന്ന ഹൃദയത്തിൽ വചനത്തിന് വളരാനും അതവിടെ ജീവിക്കുവാനൊക്കെ അവസരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ ഹൃദയത്തിലിരിക്കണം. ഹൃദയത്തിലിരുന്നിട്ട് അവയെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അതുമാത്രം പോരാ, നീ വീട്ടിലിരിക്കുമ്പോഴും വഴിയിൽ കൂടി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അങ്ങനെ നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ?
അതൊന്നും സംസാരിക്കണ്ടേ? അപ്പോൾ വേദവസ്വം ശരിക്കും വായിച്ചിട്ടില്ല, വായിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല, അത് ഹൃദയത്തിൽ എഴുതിയിട്ടില്ല, ഹൃദയത്തിൽ വഞ്ചനയും കാഠിന്യവും ഒക്കെയാണ്. ഇതെല്ലാം പാപമായി ശിക്ഷാവധിക്ക് യോഗ്യമായ കാര്യങ്ങളായിട്ട് സ്വർഗകോടതിയിൽ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുക പാപങ്ങൾ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഹൃദയത്തിൽ വചനം എഴുതുവാൻ ഹൃദയം ശുദ്ധമാക്കണം. അത് അവിടെ ഹൃദയത്തിൽ വചനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കണം. അത് രാവും പകലും ധ്യാനിക്കണം. വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് വചനത്തെക്കുറിച്ചാണ്. അത് വഴിയിൽ കൂടെ നടക്കുമ്പോഴും സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ വഴിയിൽ കൂടെ നടക്കുമ്പോൾ എന്തെല്ലാം കാര്യം പറയാറുണ്ട്, അതിനോട് വചനം വല്ലതും ഉണ്ടോ? വചനപ്രകാരമാണോ? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ശത്രു നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ ഹൃദയത്തിൽ കയറി ഏതെങ്കിലും വചനം ഉണ്ടെങ്കിൽ തട്ടിക്കൊണ്ട് പോകും. കേൾക്കുന്ന വചനം പറവ കൊത്തിക്കൊണ്ടു പോകുന്ന പോലെ വചനമെല്ലാം കൊത്തിക്കൊണ്ട് പോയിട്ട് നമുക്കൊന്നും കാണുകയില്ല. വെച്ചു ഈ പറവയുടെ കാഷ്ടം മാത്രമേ കാണുള്ളൂ ഹൃദയത്തിൽ. ഗതികേടായി പോകും. അതുകൊണ്ട് ഈ ഗതികേട് മാറിയിട്ട് ഈ രാവും പകലും തിരുവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം വഴിയിൽ നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാൻ തക്കവണ്ണം വചനം കൊണ്ട് നിറയ്ക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. തീർന്നില്ല കാര്യങ്ങൾ. 8-ാം വാക്യത്തിൽ അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. ആരുടെങ്കിലും കയ്യെ കെട്ടിയിട്ടുണ്ടോ? എല്ലാവരുടെയും കയ്യെ വചനം കെട്ടിയിട്ടുണ്ടോ? വാച്ച് കെട്ടിയിട്ടുണ്ടോ? എന്താ വള ഇട്ടിട്ടുണ്ടോ? വാച്ച് കെട്ടിയിട്ടുണ്ടോ? അതുപോലെ വചനവും കൂടെ കെട്ടി കയ്യെ കൊണ്ട് നടക്കണമെന്നാണ് പറയും. എന്താ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചത് ഓരോ ദിവസവും ഓരോ വചനം എഴുതിയൊരു പേപ്പറ് പ്ലാസ്റ്റിക്കിൽ ചുറ്റി വേണേ കയ്യെ കൊണ്ടുപോകാം നടക്കല്ലേ, വളവ് വരയിട്ടൊന്ന് നടക്കാം. അപ്പൊ ഇന്നത്തെ വചനം ഇതാ, ആര് വേണമെന്ന് ചോദിച്ചാൽ പറയും. കാണുന്നവർക്ക് ചോദിക്കണം ഇതെന്നാ കയ്യിലിട്ടിരിക്കുന്ന, ഇത് ഇന്ന വചനമാണെന്ന് പറയണം. എന്താ മനസ്സിലായി? അപ്പൊ അങ്ങനെ നമ്മൾ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല. അവ കണ്ണുങ്ങൾക്ക് മധ്യേ പട്ടമായിരിക്കണം. കണ്ണിന് കാണാവുന്നിടത്ത് വചനം വെച്ചേക്കണം. അവയെ നിന്റെ വീടിന്റെ കട്ടളപ്പടികളിന്മേലും പടിവാതിലിന്മേലും എഴുതണം. നമ്മളുടെ കട്ടളപ്പടിയും പടിവാതിലൊക്കെ ചുമ്മാ അവിടെ കിടപ്പുണ്ട്. അതിലൊരു വചനം എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ വചനം എഴുതാനായി കട്ടളപ്പടികളും പടിവാതിലുകളും ഒക്കെ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് നിന്റെ നൽകുമെന്ന് വാഗ്ദത്തം പിതാക്കന്മാർ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് എന്നിവരോട് വാഗ്ദത്തം ചെയ്ത് ദേശത്ത് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങൾ നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകൾ, നീ കുഴിക്കാതെ കിണറുകൾ, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലീവ് തോട്ടങ്ങളും നിനക്ക് തരുകയും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയായ കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇതൊക്കെ തരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. ഇത് വല്ലതും നമുക്ക് കിട്ടിയോ? നമുക്ക് നല്ല വീടില്ലാത്തതിൻ്റെ വിഷമം കാണും. അത് മാത്രമല്ല, നമുക്ക് ഭക്ഷിച്ചിട്ട് തൃപ്തി വന്നിട്ടുണ്ടോ? സമ്പത്ത് നിറഞ്ഞ വീട് കർത്താവ് തരാമെന്നാണ് പറഞ്ഞത്. നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീട്, നമ്മൾ നിറച്ചതല്ല, മറ്റുള്ളവരെ കൊണ്ട് നിറപ്പിച്ചിട്ട് നമ്മുടെ കൊണ്ട് തരുന്ന വീട് നമുക്ക് തരാമെന്നാണ് പറയുന്നത്. നീ കുഴിക്കാത്ത കിണറ്, ഇപ്പോഴാണെങ്കിലും വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക, വെള്ളം പറ്റുന്നതിൻ്റെ അങ്കലാപ്പിലാണ് നമ്മളെല്ലാവരും. അപ്പം നല്ല കിണർ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. നീ നട്ടുണ്ടാകാത്ത മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കും. അപ്പോൾ കർത്താവിനെ മറക്കാതെ നോക്കണമെന്നാണ് പറയും. മറക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. ഏതാ? കട്ടളപ്പടിയിൽ എഴുതണം, നെറ്റിയേൽ എഴുതണം, കയ്യേൽ എഴുതണം. ഇതൊന്നും പറ്റിയില്ലെത്തേണ്ട ഇവിടെ കണ്ട അവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് 10 കൽപ്പന. 10 കൽപ്പന എഴുതിയൊരു പേപ്പർ അതുമായി കയറുന്നവർ നോക്കാൻ വേണ്ടി അവിടെ എഴുതി. നിങ്ങൾക്കും കാണാമല്ലോ, 10 കൽപ്പന എഴുതി വെച്ചിരിക്കുന്നു. വേറെ എങ്ങനെ നമ്മൾ എഴുതിയിട്ടില്ല. അവിടെയെങ്കിലും എഴുതാക്കാൻ ഒത്തു. ഇവിടെ എല്ലാ കട്ടളപ്പടിയിലും എഴുതേണ്ടതായിരുന്നു. ഇത്രയെങ്കിലും ആകട്ടെ ആയിരിക്കട്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ എവിടെ നോക്കിയാലും എന്ത് ചെയ്താലും വചനപ്രകാരം ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇതുവരെ സ്വസ്ഥതയില്ലാത്തത്, സമാധാനമില്ലാത്തത്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാര് 3.5 കൊല്ലം കൂടെ നിന്ന് ഒത്തിരി പ്രസംഗം കേട്ടതാണ്. അവരുടെ എല്ലാം മനസ്സിൽ വേറെ ചില കാര്യങ്ങളായിരുന്നു. കർത്താവ് മെശിഹയാണ്, രാജാവാണ്, റോമൻ സാമ്രാജ്യത്തെ തകിടം മറിച്ചപ്പോൾ രാജാവാകുമ്പോൾ മന്ത്രിമാരാകാമെന്നുള്ളതായിരുന്നു അവരുടെ വിചാരം. ഇതായിരുന്നു അവിടെ മനസ്സിലിരിപ്പ്. അപ്പോൾ കർത്താവ് അഞ്ചപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചപ്പോൾ അവിടെ ആശയം അങ്ങ് വർദ്ധിച്ചു. ഇവൻ തന്നെ ഇപ്പം രാജാവായ പിന്നെ നാളെ തൊട്ട് നല്ല സുഖമാണല്ലോ, തീയൂതണ്ട, ആഹാരം ഉണ്ടാക്കണ്ട, കട്ടപ്പെടണ്ട, ഇവൻ അപ്പം മുറിച്ച് തന്നുകൊണ്ടിരിക്കും, ആശുപത്രി വേണ്ട, ഇവൻ രോഗികളെ തൊട്ട് സുഖപ്പെടും, ദൈവരാജ്യം വരുമല്ലോ, നമുക്ക് മന്ത്രിമാരായിട്ട് അങ്ങ് ശോഭിക്കാം, ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്നാണ് വിചാരിച്ചു. പക്ഷേ യേശു മരിക്കേണ്ടതാണെന്നുള്ള ആർക്ക് മനസ്സിലായോ? മരണം കഴിഞ്ഞേ ഇതുള്ളൂ എന്നവർക്ക് മനസ്സിലായില്ല. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു കുരിശിൻ്റെ ആവശ്യമുണ്ട്. കുരിശ് കഴിഞ്ഞേ ഉയർപ്പും സ്വർഗാരോഹണവും പാലും തേനും ഒക്കെ ഉള്ളൂ.
ഈ കാര്യം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്കിത് ഇപ്പോൾ അസ്വസ്ഥതയുള്ളതെന്ന കാര്യം ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ പഠിക്കുകയാണ്. ഈ മത്തായിയുടെ സുവിശേഷം 14:22-33 വരെയുള്ള ഭാഗത്തിൽ അപ്പോസ്തലന്മാർക്ക് യേശുവിനെ രാജാവാക്കാൻ വലിയ കൊതി, ജനങ്ങൾക്ക് ഭയങ്കര രസം. അവരെല്ലാം അങ്ങ് തീരുമാനിച്ചു ഇപ്പോഴങ്ങ് രാജവാഴ്ച അങ്ങ് നടത്തിയേക്കാമെന്ന് ചോദിച്ചു. പക്ഷെ കർത്താവ് ഇട്ടേച്ച് ഒരൊറ്റ പോക്കങ്ങ് പോയി. ശിഷ്യന്മാരെ വെള്ളത്തിലേക്ക് വിട്ടു. ഈ ജനങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ട് കർത്താവ് മലയിലോട്ട് കയറിപ്പോൾ എന്താ ഇവരുടെ പേരുള്ള കേസ് തീർക്കാനാണ്. അപ്പോൾ നമ്മുടെ മേലുള്ള പിശാചിന് കേസ് തീരാതെ, തിന്മയുടെ അവകാശം തീരാതെ നന്മ അനുഭവിക്കാനും പോകും. എത്ര അവകാശമുണ്ടെന്നുള്ളതിന് കണക്ക് വല്ലതും ഉണ്ടോ? അപ്പം നമ്മുടെ മേലുള്ള തിന്മയുടെ അവകാശം എത്രയുണ്ടെന്നുള്ള വിവരാവകാശ പത്രിക സ്വർഗ്ഗകോടതിയിലേക്ക് എഴുതി ചോദിക്കാൻ എഴുതി കാണിക്കും. നിന്റെ മേൽ എത്ര കേസുണ്ട്, നിന്റെ ഇന്ന വാക്ക്, ഇന്ന പ്രവൃത്തി, ഇന്ന കാര്യങ്ങൾ, ഇന്ന കേസുകളുണ്ട്, അത് തീരാതെ നിനക്ക് നന്മ അനുഭവിക്കാനൊക്കെ ഇല്ല. അത് തീർക്കാൻ വേണ്ടി യേശു കോടതിയിൽ പോയി നിൽക്കുക. നീയും കൂടെ പോയി നിൽക്കാമെങ്കിൽ കേസ് തീർത്തു തരും. യേശു കോടതിയിൽ മുറിഞ്ഞ ആണിപ്പാടുകൾ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ ഒരു വാക്ക് സാക്ഷ്യം കേൾക്കണം. കേട്ടോ പറഞ്ഞത്? യേശുവിന് വേണ്ടിയാണ്, അവന് വേണ്ടിയാണ് ഞാൻ മരിച്ചതെന്ന് അവർ പറയുന്നത് കൊണ്ട് എൻ്റെ ഈ മുറി കണ്ടിട്ട് ആ കേസ് ഇല്ലാതാക്കിയേക്കാൻ പറയും. അതുകൊണ്ട് നമ്മൾ സ്വർഗ്ഗകോടതിയിലെ കേസ് ഇല്ലാതാക്കണമെന്ന്, യേശു എനിക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗാരോഹണം ചെയ്തു, എനിക്ക് വേണ്ടി ഇപ്പോൾ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് ഏറ്റു പറയുമ്പോൾ ആ സാക്ഷ്യമാണ് അവിടുത്തെ ജഡ്ജി രേഖപ്പെടുത്തും. യേശു അതെ അവർ സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് വേണ്ടി തന്നെ മരിച്ചു. രണ്ടും കൂടി ഒത്തു. അവർ പറയുന്നു യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി മരിച്ചു. ശരി, എന്നാൽ പിന്നെ ആ ശിക്ഷ ഏറ്റതുകൊണ്ട് നിങ്ങൾ വെറുതെ പൊക്കോളാൻ പറയും. അങ്ങനെ ഓരോ ദിവസവും വിടുതൽ കിട്ടിയെങ്കിൽ മാത്രമേ ദൈവരാജ്യ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ആസ്വദിക്കാനൊക്കെ ഉള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുള്ളതായി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇതുവരെയും വചനം ശരിക്കും കയറിയിട്ടില്ല, വഞ്ചനയും കാഠിന്യവും മാറിയിട്ടില്ല. അത് മാറാൻ വേണ്ടി ഒരിക്കൽ കൂടെ പാവദിന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിലും സഭയിലുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കുന്ന സമയം ഇന്ന് നമ്മൾ യാചിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഓരോ ദിവസത്തെയും നമ്മുടെ യാചന നമ്മുടെ ആവശ്യബോധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തരുന്ന ആ ഉൾക്കാഴ്ചയിൽ നിന്നാണ് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉച്ചരിച്ചു വിടാത്ത ഞങ്ങളാൽ ഇപ്പോൾ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ കൂടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദുഃഖം പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചെന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ അവഗണിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പലതും ചെയ്തത് പരിശുദ്ധാത്മാവിന് മിണ്ടാനൊക്കാത്ത പരുവത്തിനാക്കി ഞരങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് ഞരങ്ങുന്നത്? മിണ്ടിയാ കേൾക്കുകയല്ലെങ്കിൽ പിന്നെ ഞരങ്ങാനേ പറ്റും. എത്ര നാളായി ഞരക്കം തുടങ്ങിയിട്ട്? കാരണം ഇത്രയും നാൾ ഞങ്ങൾ നിന്നെ ഞരക്കി, ഞങ്ങളെ വിട്ടേച്ച് പോകാൻ നോർത്തിയില്ല, മുദ്ര കുത്തിപ്പോയി. എന്താ? അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ആ കരച്ചിൽ നമ്മുടെ കരച്ചിൽ മാറ്റാത്ത അവസ്ഥയിലേക്ക് നമുക്ക് വരുത്തും. നമ്മുടെ കരച്ചിൽ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കരച്ചിൽ തീർക്കണമെങ്കിൽ ഏത് കാര്യം വന്നാലും കാര്യസ്ഥമായ പരിശുദ്ധാത്മാവിന് ഈ കാര്യം നടത്തണം. ഞങ്ങൾ എങ്ങനെയാണ് കാര്യം ചെയ്യേണ്ടത്? അങ്ങനെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കായി കാത്തിരിക്കുകയും ആ കാര്യസ്ഥൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ച് അങ്ങനെ പിതൃത്വ പരിശുദ്ധാത്മാവായ ത്രിയേകതയും വസിക്കുന്ന സ്ഥലമായി മാറി നമ്മൾ ചലിക്കുന്ന പള്ളികളും ചലിക്കുന്ന സ്വർഗവുമായി മാറണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തന്നിഷ്ടങ്ങളോടും അത്യാഗ്രഹങ്ങളോടും ഹൃദയചഞ്ചലങ്ങളോടും വഞ്ചനകളോടും യാത്ര പറവാൻ ഇപ്പോൾ നമ്മൾ യാചിക്കുകയാണ്. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങൾ ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുക എന്നുള്ളവരെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി. ആദ്യം വേദത്തിന്റെ കണ്ണികളൊന്നേ കൊണ്ടായിക്കട്ടെ. ആമേൻ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്ത് പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ കാലങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ് യേശു വ്യക്തിപരമായും സമൂഹമായും പലരെ കണ്ടെത്തി അവരെ ഒരുക്കിയതായ രംഗങ്ങൾ നമ്മൾ ഓരോന്നായി ധ്യാനിക്കുകയാണ്. അതുപോലെ കർത്താവ് നമ്മളെ വ്യക്തിപരമായും സമൂഹമായും സന്ദർശിച്ച് നമ്മളെ വചനം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായി എഴുതി ചേർത്ത് നമ്മുടെ പ്രാണൻ മുഴുവൻ വചനം ധ്യാനിച്ച് രക്ഷപ്പെട്ട് യേശുവിനുള്ളിലായാലേ പെന്തിക്കോസ്തിയുടെ അനുഭവം നമുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ദൈവം നോക്കുന്ന ശക്തിയും മഹത്വം മുഴുവൻ സ്വർഗത്തിൽ തിരിച്ചു കിട്ടണം. അവിടെ അതിനോട് കർത്താവിന് ശക്തി ചേർന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിതാവായ ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച് പുത്രനെയും തന്ന് പരിശുദ്ധാത്മാവിനും തന്ന് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മുടെ മഹത്വവും ശക്തിയും മുഴുവൻ സ്വർഗത്തിൽ എത്തിക്കാനാണ്. അത് വേറെ ഒന്നും കൊടുക്കാൻ അനുവാദമില്ല. അത് മുഴുവൻ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വവും ശക്തിയും കൂടെ രണ്ടും കൂടെ മിക്സ് ആവും. രണ്ടും കൂടെ മിക്സ് ആയതിനു ശേഷം ആത്മഫലങ്ങളായി മടങ്ങി വരും. ഈ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് 29ാമത്തെ സങ്കീർത്തനം എല്ലാ കുർബാനയിലും കുർബാന തക്സായിൽ പുരോഹിതന്മാർ രഹസ്യമായി ധ്യാനിക്കുന്നുണ്ട്. അത് ജനങ്ങളും ധ്യാനിച്ചുകൊണ്ട് വേണം വരാൻ. 29ാമത്തെ സങ്കീർത്തനം
പുതിയ ഇസ്രായേലാകും നമുക്ക് പാലും തേനും ഒഴുകുന്ന പർദീസായുടെ അനുഭവം തരുന്നതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ സമാധാനത്തോടെ പൊക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യ സഭാപിതാക്കന്മാർക്ക് നദി പോലെയുള്ള സമാധാനം ഒഴുകി വരുന്നത് അനുഭവിച്ചുകൊണ്ട് അവർ പോയത്. നദി പോലെയുള്ള സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ സമുദ്രം പോലെ നമ്മുടെ ഹൃദയം വികസിക്കണം. സമുദ്രം പോലെ ഹൃദയം വികസിക്കണമെങ്കിൽ വചനം മുഴുവൻ ഇണചേരണം ഹൃദയത്തിൽ വെച്ച്. ഇണചേരുമ്പോൾ വികാസം ഉണ്ടാവും. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പഴയതും പുതിയതുമായ നിയമത്തിലെ എല്ലാ വചനങ്ങളും സന്ദർഭോചിതമായി പരിശുദ്ധാത്മാവുന്ന കാര്യത്തിന് ഇണചേർത്ത് തരും. ഇണചേരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ശക്തിയുണ്ട്. അത് നമ്മുടെ ഹൃദയത്തെ വികസിപ്പിക്കും. അപ്പോൾ ഇണചേർന്ന് ഗർഭിണിയാകുന്ന ഒരു അമ്മയുടെ ബോധനം വലുതായിക്കൊണ്ടേയിരിക്കും. ഒമ്പതാം മാസം ആകുമ്പോഴത്തേക്കും വീർത്തിരിക്കും. അതാ കുഞ്ഞ് വളരുന്നതനുസരിച്ചാണ്. ഇതുപോലെ യേശുക്കുഞ്ഞിന് വളരാനുള്ള ഇടമാണ് നമ്മുടെ ഹൃദയം. യേശുക്കുഞ്ഞിൻ്റെ പേര് വചനമെന്നാണ്, ആ വചനത്തിൻ്റെ പേര് ദൈവമെന്നുമാണ്. അപ്പോൾ ദൈവമായ വചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ വരാനും വളരാനും പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന ഇടമാണ് നമ്മുടെ ഹൃദയം. കൊച്ചു കാര്യമല്ല, വലിയ കാര്യമാണ്. പിതാവായ ദൈവത്തിൻ്റെ മകന് വേറെ എങ്ങും ജീവിത പങ്കാളി ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് കർത്താവ് ചെയ്തൊരു ഔദാര്യമായൊരു ദാക്ഷിണ്യമാണ്. നമ്മളത് തിരിച്ച് വാങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ട് സ്വർഗത്തിൽ ഒറ്റ മകനെയുള്ള മകനൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയത് മനുഷ്യരിൽ നിന്നാണ്, മനുഷ്യരുടെ ദേഹിയിൽ നിന്നാണ്. ആ ദേഹിയിലെ കേന്ദ്രസ്ഥാനത്തിന്റെ പേരാണ് ഹൃദയമെന്ന്. ബോധവിചാര ഹൃദയങ്ങളുടെ ഇരിപ്പിടമാണ് അവിടെ. ആ ഹൃദയം വചനത്തിന് ഗർഭം ധരിക്കാനുള്ള ഗർഭപാത്രമാണ്. ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? അതുകൊണ്ട് അതിന്റെ സൃഷ്ടാവാതിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ജാതി മത സഭാ വ്യത്യാസമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ സകല മനുഷ്യരുടെയും ദേഹി ഒരു പെണ്ണാണ്. ഇത് നിങ്ങൾക്കറിയാവോ? സകല മനുഷ്യരുടെയും ദേഹി അല്ലെങ്കിൽ സോള് ഒരു കന്യകയാണ്. പുരുഷന്റെയും സോള് കന്യകയാണ്, സ്ത്രീയുടെയും കന്യകയാണ്. അതുകൊണ്ടാണ് ആ കന്യകയെ യേശുവിന് വിവാഹ നിശ്ചയം ചെയ്ത് വെച്ചിരിക്കുന്നത്. മാമോദീസായിൽ വിവാഹ നിശ്ചയമാണ് നടന്നിരിക്കുന്നത്. ആ സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മുടെ ദേഹിയുടെ മണ്ഡലം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ കന്യകയുടെ ഗർഭപാത്രത്തിൽ വചനമാകുന്ന ആ യേശുവിൻ്റെ വിത്ത് മാത്രമേ വീഴാവൂ. അതുമാത്രം വളരാനുള്ള സ്ഥലമാണത്. അല്ലാത്ത പിശാചിന്റെ വിത്ത് അവിടെ വീണാൽ ജാരസന്ധതി ഉണ്ടാവും. ദൈവം കോപിക്കുകയും ചെയ്യും. ദൈവം വളരെ തീക്ഷ്ണതയുള്ള ആളാണ്, വളരെ അസൂയുള്ള ആളുമാണ്. ഗോഡ് ഈസ് എ ജലസ് മാസ്റ്റർ എന്നാണ് പറയുന്നത്. അത് ഭാര്യാപത്ര ബന്ധത്തിന്റെ വിഷയത്തിൽ തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ഒരു ഭാര്യ തന്നോട് അവിശ്വസ്തയായി വേറെ ആളോട് ബന്ധപ്പെട്ടെന്ന് കേട്ടാൽ എന്തൊരു വാശിയാ, തല്ലി കൊല്ലുക, അവനെ അടിച്ച് തകർക്കുക, അത്രയ്ക്ക് വാശിയായത്. അപ്പൊ അതുപോലെ പിതാവായ ദൈവം തന്റെ പുത്രനെ ഭാര്യയായിട്ടില്ല മണവാട്ടിയായിട്ട് കൊടുത്തതാണ് നമ്മുടെ ഹൃദയങ്ങൾ. നമ്മുടെ ഹൃദയം എല്ലാം കൂടെ ചേർന്ന് വേണം ആ മണവാട്ടിയുടെ ശരീരമായി മാറാൻ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ മണവാട്ടിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് പുത്രനുമായി യോജിക്കുവാനും പുത്രന്റെ സ്നേഹമാസ്വദിക്കാനും സന്തോഷിക്കാനുള്ള അവകാശവുമുണ്ട്. മാർ സൊസ്തോസിന് ഇന്നത്തെ കുർബാനക്രമത്തിൽ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തുകതേന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്നപ്പോൾ കേട്ടോ, പ്രാർത്ഥന കേട്ടോ, ഈ കുർബാന നിന്നോടുകൂടെ ഞങ്ങളെ ആനന്ദം അനുഭവിക്കുന്നവർ ആക്കണം. സ്ത്രീപുരുഷ ബന്ധത്തിന്റെ രഹസ്യം എന്താണ്? ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലും സന്തോഷിക്കുക, രണ്ടുപേരുടെയും ശക്തിയും സ്നേഹവും പങ്കിടുക. അത് അവർക്ക് മാത്രമുള്ളതാണ്. അപ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കർത്താവ് നമ്മൾ സന്തോഷിക്കുമ്പോൾ വചനം ഒഴുകിഞ്ഞ് വരും. നദി പോലെ ഒഴുകി വരാൻ ഹൃദയം സമുദ്രം പോലെ വിശാലമായിരിക്കണം. സമുദ്രം പോലെ വിശാലമായ ഹൃദയത്തിലേക്ക് നദി പോലെ സമാധാനം ഒഴുകി വരുമ്പോൾ അതിനകത്ത് വചനമുണ്ട്. ആ വചനം നമ്മുടെ ഉള്ളിൽ ജനിച്ച് വളരുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ യേശുവിന് വളരാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ഉള്ളിൽ യേശു വളരുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാവോ? പൗലോസിയായിക്ക് ഈ വചനം കിട്ടിയത് ഒരു നട്ടുച്ചയ്ക്ക. നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു വന്നപ്പോൾ, അയ്യോ നിന്നെയാണ് ഞാൻ ഉപദ്രവിച്ചത്, ഞാൻ തെറ്റിപ്പോയി, നീ എൻ്റെ കർത്താവാണല്ലോ, നീ എൻ്റെ കർത്താവാകുന്ന നിന്നെയാണ് ഞാൻ ഉപദ്രവിച്ചെങ്കിൽ ഞാൻ പരിപാടി നിർത്തിയിരിക്കുന്നു, ഇത് തന്നെ അങ്ങ് ജീവിച്ചോളാൻ പറയും. അങ്ങനെ പൗലോസിയ തൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് അടിയറ വെച്ചു, എൻ്റെ ഹൃദയം നിനക്ക് തന്നെ. അപ്പോൾ ആ ഹൃദയത്തിൽ വചനം നിറയ്ക്കാൻ വേണ്ടി അറേബ്യയിൽ പോയി തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വചനങ്ങൾ മുഴുവൻ തൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച് നിറച്ചു കഴിഞ്ഞപ്പോൾ സമുദ്രം പോലെ വിശാലമായി. അപ്പോൾ നദി പോലെ സമാധാനം ഒഴുകാൻ തുടങ്ങി. അടി കൊല്ലുന്നുണ്ടെങ്കിലും ആ സന്തോഷം ആസ്വദിച്ചു. ഒത്തിരി അടി കൊണ്ടു, ഒത്തിരി കല്ലേറും കൊണ്ടു. അപ്പോഴൊക്കെ ഈ ഹൃദയത്തിന്റെ അടി വരെ വചനം ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് അനേകരെ നേടാനുള്ള ഓണായിട്ട് മാറിയത്. അപ്പൊ ഹൃദയത്തിന്റെ അടി വരെ വചനം ചെന്നില്ലെങ്കിൽ, വചനമില്ലാത്ത ഹൃദയത്തിന്റെ അടിയിലേക്ക് ഒരു കടാരി അങ്ങോട്ട് കുത്തിയിറക്കിയാൽ തിരിച്ചടിക്കും. ആ കടാരി ഒരു കുത്തിയ ആളിനെ തിരിച്ചു കുത്തും. എന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരാൾ കടാരി കുത്തിയിറക്കിയാൽ ആ ഹൃദയം നിറഞ്ഞ വചനമാണെങ്കിൽ കുത്തിയ ആളിനെ അനുഗ്രഹിക്കണമെന്നേ പറയുള്ളൂ. ഇവർ ചെയ്യുന്നത് അറിയാത്തതുകൊണ്ട് ക്ഷമിക്കണം, അങ്ങനെ പറയാനൊക്കൂ. അപ്പൊ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ വചനെ ആക്കിക്കോണം, സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ പോക പിശാച അടി വരെ കുത്തിയിറക്കും. കുന്തം കൊണ്ട് കുത്തിയപ്പോൾ കർത്താവിന്റെ ചങ്കിന്റെ എവിടം വരെ പോയി, ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങേറ്റം വരെ കീറി ഇല്ലേ? കർത്താവ് എന്നാ പറഞ്ഞ് ഈ ചെയ്തവരോട് ക്ഷമിക്കണമെന്നാണ്.
കർത്താവിന് കോപം വന്നോ? ഇതുപോലെ നമുക്ക് പ്രതികാരം വരാതിരിക്കണമെങ്കിൽ, നമ്മൾ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ വചനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പോക്കാ. നമ്മൾ അവസാനം 99 കാര്യം നമ്മൾ ശരിയായിട്ട് ചെയ്ത് 100ാമത്തെ ഒരു കാര്യം ചെയ്ത് പോയാൽ പോകാം. അവസാനം വരെ സഹിച്ച് നിൽക്കണം. അവസാന മിനിറ്റ് വരെ സഹിച്ച് നിൽക്കണമെങ്കിൽ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ വചനം വിളക്കണം. അതിനുവേണ്ടിയാണ് സംഗീത ഭവനത്തിന് ഒരാഴ്ചത്തെ അവധി കൊടുക്കുന്നത്. ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ നിങ്ങൾ എവിടെയെങ്കിലും മാറിയിരുന്ന് ചെക്കപ്പ് ചെയ്യണം. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ വചനം വന്നോ? ആരെങ്കിലും എന്നെ കുത്തിയാൽ ഞാൻ കുത്തിയാളിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? എന്റെ കർത്താവിന് കിട്ടിയ പോലെ ഒരു കുത്തിരി കിട്ടിയല്ലോ കർത്താവ്, ഞാൻ അവരെ അനുഗ്രഹിക്കണം, അവർ ചെയ്യുന്നതെന്ന് അറിയാത്തോണ്ട് ക്ഷമിക്കണമെന്ന് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ പോകാം. നമ്മൾ കൂറുമാറി പിശാചിന്റെ ഏജന്റായിട്ട് മാറും. അപ്പൊ ആ ഗതികേട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് വരും. നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം വചനം ചെന്നുള്ളത് അറിയാൻ വേണ്ടി ചിലരെ കൊണ്ട് കുത്തിക്കുകയും കൊത്തിക്കുകയും ഒക്കെ ചെയ്യും. എന്താ? അപ്പോൾ നമ്മുടെ പ്രതികരണം കാണാൻ കർത്താവ് നോക്കിയിരിക്കുക. ചില കട്ടിയായിപ്പോയി ഒരിക്കലും മറക്കുകയെന്ന് പറയുന്നതുകൊണ്ട് ചില സംഭവം എനിക്ക് നല്ലോണം മുറിവേറ്റു. നിങ്ങളുടെ പരിഹാസം, നിങ്ങളുടെ ഇടപെടൽ, പെരുമാറ്റം മുറിവേൽപ്പിച്ച് ഇനി ആയുസിലിരിക്കുന്നു മറക്കാനൊക്കെ ഒന്ന്. അതിന്റെ അർത്ഥം തന്നെ ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വചനം ചെന്നിട്ടില്ലെന്നാണ് ഇതിന്റെ അർത്ഥം. അത് തെളിയുന്നത് നല്ലതല്ലേ? അപ്പം നമ്മുടെ ഹൃദയത്തിൽ വചനം വന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വല്ലവരെ കൊണ്ട് കുത്തിക്കുകയും മുറിപ്പിക്കത്തൊക്കെ ചെയ്യും. അപ്പൊ വചനം ഓർക്കണം. എന്റെ കർത്താവ് കുന്തം കൊണ്ട് ആണ് ഏറ്റത്. സേപ്പാനോസ് കല്ലേറ് കൊണ്ടാണ് ഏറട്ട്. സേപ്പാനോസിന് കല്ലെറിഞ്ഞ് വിട്ടപ്പോൾ ഹൃദയം നിറഞ്ഞ വചനമായിരുന്നതുകൊണ്ട് ആ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ചെയ്യുന്നത് അറിയാത്തതുകൊണ്ട് ആ പ്രാർത്ഥന കേട്ടിട്ടാണ് ശൗൽ പൗലോസായിട്ട് മാറുന്നത്. അപ്പം നമ്മുടെ സഹനം കണ്ടിട്ട് മാത്രം മാനസാന്തരപ്പെടാൻ ചിലരുണ്ടാവും. ആ കാര്യം അറിഞ്ഞു. അപ്പൊ വചനം ഹൃദയത്തിന് അടിത്തിട്ട് വരെ എത്ര. ഇനി വയസ്സ് 74 തികയാൻ പോവുക ഈ 29-ാം തീയതി. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനല്ല, നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. ലോകാരംഭത്തിലെ നമ്മുടെ ആത്മാക്കളെ സൃഷ്ടിച്ച് കർത്താവിന്റെ ഉള്ളിലാക്കി ആ കർത്താവിന്റെ ആത്മാവിന് വസിക്കാൻ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ അറകളും എല്ലാ കോണുകളും കിട്ടിയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് മുമ്പ് വീണ്ടും ജനത്തിന് അനുഭവം ഉണ്ടോ എന്ന് പരിശോധിക്കുക. വീണ്ടും ജനത്തിന് അനുഭവം ഇല്ലാതെ ഒന്നാം ജനം ആഘോഷിച്ചോണ്ട് എന്നാ ഗുണം? പാവത്തിൽ എൻ്റെ അമ്മേന്റെ ഗർഭം ധരിച്ചെന്ന് പറഞ്ഞാൽ എന്നാ കൊട്ടിഘോഷിക്കാനാ? ഒന്നും കൊട്ടിഘോഷിക്കാനൊന്നുമില്ല. രണ്ടാം ജനത്തിന്റെ കാര്യം ചെക്കപ്പ് ചെയ്യാനാണ് ഒന്നാം ജനത്തിന്റെ അവസരം. അതിന് 29-ാം തീയതി എല്ലാവരുടെയും ചെക്കപ്പ് നടത്താൻ പോവുക. ഒന്നാം ജനനത്തിൽ ഉണ്ടായ കെടുതികൾ മാറാൻ രണ്ടാം ജനനത്തിന്റെ അനുഭവം എത്രയുണ്ടെന്ന് പരിശോധിച്ച് ദൈവരാജ്യം കാണുന്നവരും ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നവരുമാകാൻ. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പ്രസംഗിക്കാൻ വേണ്ടി എല്ലാ പ്രസംഗവും നിർത്തി, എല്ലാ പ്രാർത്ഥനയും നിർത്തി മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾക്കും വേണേ ആകാം. പരിശോധന ചെയ്ത് ഈ കൃപായുഗം എപ്പോഴാണ് തീരുന്നെന്ന് പറയാനൊക്കെയില്ല. എപ്പം വേണേലും തീരാം. ഈ കൃപായുഗത്തിന് തിരശ്ശീല വീണ് കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ കല്യാണത്തിന് പോകാനുള്ളവർ അവർ പറന്നങ്ങ് പോകും. പിന്നെ ഇവിടെ മഹോദരവ കാലമാണ്. പിന്നെ ഇവിടെ കൃപയില്ല, ദൈവവും ഇല്ല, ഒന്നുമില്ല, പിശാച് മാത്രമായിരിക്കും. അവൻ നമ്മളെ ശരിക്ക് കണ്ണുനീര് പിടിപ്പിക്കും. അപ്പോൾ വളരെ ചുരുക്കം ചില പേർ ഈ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ട് 144,000 പേര് രക്ഷപ്പെടുമെന്ന് പറയുന്നില്ല. അതിൽ ആരൊക്കെ പെടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് എത്രയും വേഗം കുർബായുഗം തീരുന്നവർ രക്ഷപ്പെട്ടോണം. മണവാട്ടി സഭയുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാകാൻ, ആ ശരീരത്തിന്റെ ഭാഗമാകാനുള്ള വിളി നമുക്കുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടോ? അത് പരിശോധിക്കാൻ വേണ്ടി കൃപായുഗം ഇന്ന് വരെ നീട്ടിയിരിക്കുന്ന നാളെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എത്രയും വേഗം അത് സമ്പാദിച്ചു കൊള്ളണം. അതുകൊണ്ട് 29-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം നമുക്ക് സമാധാനം അനുഗ്രഹ ശക്തിയും തയ്യാറാണ്. 29-ന്റെ 11-ാം വാക്യം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി. നമുക്ക് ശക്തി ആവശ്യത്തിനുണ്ടോ? സമാധാനം ആവശ്യത്തിനുണ്ടോ? അനുഗ്രഹം ആവശ്യത്തിനുണ്ടോ? ആവർത്തനം 6-നകത്ത് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, വാഗ്ദത്തങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ നമ്മുടെ ശക്തി മുഴുവൻ അവിടെ ചെല്ലണം. എന്നിട്ടേ അതിങ്ങോട്ട് വരുള്ളൂ. അപ്പൊ ഈ വാഗ്ദത്തം നമുക്ക് വേണമെങ്കിൽ, സങ്കീർത്തനം 29-ന്റെ 11 നമ്മുടെ അനുഭവം ആകണമെങ്കിൽ, ശക്തി മുഴുവനും ദൈവത്തിന്റെ ശക്തി മുഴുവൻ നമ്മളിലേക്ക് വരണമെങ്കിൽ, സ്വർഗത്തിലെ സമാധാനം നദി പോലെ ഒഴുകി വരണമെങ്കിൽ, അനുഗ്രഹങ്ങൾ മുഴുവൻ കിട്ടണമെങ്കിൽ 29-ാം സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങൾ അനുസരിക്കണം. അവിടെ വ്യവസ്ഥയുണ്ട്. നമുക്കിന്ന് ശക്തി, സമാധാന, അനുഗ്രഹം തേഞ്ഞു പറ്റുന്നില്ലെങ്കിന്റെ അർത്ഥം 29-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങളുടെ വ്യവസ്ഥ നമ്മൾ പാലിച്ചിട്ടില്ലെന്നാ. എന്താണ്? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. എന്തൊക്കെ കൊടുക്കണം? യഹോവയ്ക്ക് മഹത്വവും ശക്തിയും. അപ്പൊ നമ്മളുള്ള മഹത്വവും ശക്തിയും യഹോവയ്ക്ക് കൊടുക്കാനുള്ളതാ. അത് വേറെ ആർക്കും കൊടുക്കാനല്ല. അത് ഭർത്താവായ കർത്താവിന് മാത്രം കൊടുക്കാൻ മാറ്റിയിട്ടേക്കണം. അതെടുക്കാൻ കർത്താവ് വരുമ്പോൾ കയ്യിലുണ്ടായിരിക്കണം. അത് ആരാധന സ്ഥലത്താണ് എടുക്കാൻ വരുന്നത്. അതാ 2-ാം വാക്യത്തിൽ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുക്കുകയും വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ ആരാധിക്കുകയും. ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ള ശക്തിയും മഹത്വം കൊണ്ട് വേണം. അതാ വെറും കൈയായിട്ട് വരുന്നു അതിന്റെ അർത്ഥം. മനസ്സിലായോ? കർത്താവ് തന്നെ ആരാധിക്കുന്നിടത്ത് വരും. ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് വരുന്നത് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള ശക്തിയായിട്ടാ, സ്നേഹമായിട്ടാ. അപ്പൊ ഭാര്യയുടെ ശക്തിയും സ്നേഹവും വേണം.
അത് വല്ലവർക്കും കൊടുത്തേച്ച് വന്ന് വിചിരായിട്ടിരിക്കുകയാണെങ്കിൽ കിട്ടുമോ? കിട്ടുകയില്ല. അപ്പം ആ ഒരു ഉൾക്കാഴ്ചയാണ് എൻ്റെ ഭർത്താവിൻ്റെ ആണ് എൻ്റെ സ്നേഹം, എൻ്റെ ശരീരം. അത് അവന് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെക്കും. വേറെ ആരും കാണണ്ട, വേറെ ആരും കാണിക്കുകയും വേണ്ട. എൻ്റെ ഭർത്താവിന് കാണാനും തൊടാനും ഒക്കെ ഉള്ളതാണ് എൻ്റെ ശരീരം. അത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചാൽ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിന് പരിഭാവനമായ പരിശുദ്ധമായ ആധിപത്യത്തോടെ കൊടുക്കാമെങ്കിൽ ഭർത്താവ് സ്വീകരിച്ചിട്ട് ഭർത്താവിന് സ്നേഹശക്തി ഇങ്ങോട്ട് തരും. അങ്ങനെ കൊടുക്കാനും വാങ്ങാനുള്ളത് ആര് തമ്മില? നിന്നെ സൃഷ്ടാവാകുന്നതിൻ്റെ ഭർത്താവ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടതുകൊണ്ട് കല്യാണം നടന്നിട്ടൊക്കാത്തത്. അത് കുമ്പസാരി ചെയ്തിട്ട് പറ. അപ്പം ആർക്കും കല്യാണം നടക്കുന്നില്ലേ, ഒച്ച ഉണ്ടാകുന്നില്ലേ, ജോലിയില്ലേ എന്ന് പറഞ്ഞാൽ കരുതില്ല. കാര്യം എന്നാ? ഉള്ള ശക്തിയും മുഖത്തും ആർക്കാണ്ട് കൊടുത്തേച്ച് നടക്കുക. ദൈവനമ്പരാൻ കൊടുക്കാമെന്ന് നമ്മുടെ പിന്നെ എന്തിനാ കല്യാണം കഴിപ്പിക്കുക? കല്യാണം കഴിച്ച ഒരുവല്ല അവരെടുത്ത് ഭാര്യയൊന്നും ഒഴിപ്പിക്കണമെന്നാണ് മതി. സന്തോഷിപ്പിക്കാൻ സന്തോഷം ഇല്ലാത്തവന് കൊടുക്കാനും പോകും. പിന്നെ പിണങ്ങിപ്പിരിഞ്ഞ ഒരു കേസ് കൂടി ഉണ്ടാകുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത്. അതുകൊണ്ട് കല്യാണം നടക്കാഞ്ഞതിന് നന്ദി പറയണം. കല്യാണം പിണങ്ങിപ്പോയതിനും നന്ദി പറയണം. എന്താ? എനിക്ക് എൻ്റെ കർത്താവിന് എൻ്റെ മഹത്വ ശക്തിയും കൊടുത്തിട്ട് ദൈവത്തിൻ്റെ മഹത്വ ശക്തി ഇങ്ങോട്ടൊഴുകി വരുന്ന ഒരു ബന്ധം ഉണ്ടായിട്ട് ആ കർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വല്ലവരും കിട്ടിയാൽ മതി. ഈ ഒരു വ്രതമുള്ളവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാകൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആരാധന സ്ഥലം ദൈവത്തിന് കൊടുക്കാൻ വന്നിരിക്കുന്ന മഹത്വ ശക്തിയും കൊടുക്കാൻ വരുന്ന സ്ഥലമാണ്. വേറെ ആർക്കും കൊടുക്കാനില്ല, ആരെയും കാണാനും തൊടാനും ഒന്നുമല്ല. അറിഞ്ഞിരിക്കണം. അങ്ങനെ മഹത്വ ശക്തി യഹോവയ്ക്ക് വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ ധരിച്ച് കൊടുക്കാമെങ്കിൽ സ്വസ്തോസിന്റെ കുർബാനക്രമത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാനും സാധിക്കും, കർത്താവിന് നമ്മൾ സന്തോഷിക്കാനൊക്കും. അങ്ങനെ സന്തോഷിച്ചാൽ അത് ബലമാണെന്നാണ് നെഹമ്യാവ് പറയുന്നത്. യഹോവയിലുള്ള സന്തോഷം നമ്മുടെ ബലമാണ്. പിശാചിലുള്ള സന്തോഷം നമ്മുടെ ബലഹീനതയാണ്. പിശാചിൽ സന്തോഷിച്ചാൽ അവൻ കള്ളനാ. അവൻ ഇങ്ങോട്ടൊന്നും തരാനില്ല, ഉള്ളതെല്ലാം ഊറ്റിക്കൊണ്ടങ്ങ് പോകും. നമ്മൾ കിടന്ന് പിടയ്ക്കും. മനസ്സിലായോ? അതുകൊണ്ട് ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശത്രുവായ പിശാച് നമ്മുടെ ശക്തി ഊറ്റിയെടുക്കുന്ന അവസരങ്ങളാണ്. അവൻ ഊറ്റിയെടുത്താൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളുകയില്ല, ആർക്കും വേണ്ടാതാവും. എന്നാൽ കർത്താവ് പറഞ്ഞ കൽപ്പനകൾ ആചരിക്കുകയാണെങ്കിൽ നമ്മുടെ ശക്തി ആരും കൊണ്ടുപോകില്ല. അത് മനോഹരമായി പിതാവ് സൂക്ഷിച്ചു വെക്കും. പുത്രന്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ കാണിക്കൂ, വേറെ ആരും കാണാനും ഒക്കുകയില്ല. അങ്ങനെ സൂക്ഷിച്ചു വെച്ചെങ്കിൽ കൃത്യസമയത്ത് കൊടുക്കാനും വാങ്ങിക്കാനും ഈ മർമ്മം നമ്മൾ നിയമങ്ങളുടെ ആവശ്യം ഇത് മനസ്സിലാക്കാൻ ഇലക്ട്രിസിറ്റി നമ്മളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കും. ഇലക്ട്രിസിറ്റി കൊണ്ട് ഫാന്, ഹീറ്റർ, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ ഈ വരുന്ന ശക്തി അസ്ഥാനത്ത് എവിടെയെങ്കിലും കൂട്ടിമുട്ടി അങ്ങനെ ഇരിക്കും, മുഴുവൻ കത്തിപ്പോവും. കത്തിപ്പോയി ഇവിടെ വരികയില്ല. ഇപ്പൊ ഇതിലെ ഈ മരത്തിന്റെ ഇടയിൽ കൂടി ആ കമ്പി ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു മരം വീണ ആ കമ്പി അങ്ങ് കൂട്ടിമുട്ടിയാൽ തീർന്നു അവിടെ കാര്യം. പിന്നെ ഇങ്ങോട്ട് അപ്പൊ കമ്പി കൂട്ടിമുട്ടാതെ സൂക്ഷിക്കണം, അകത്ത് കയറിയാൽ മുട്ടാതെ സൂക്ഷിക്കണം. ഇലക്ട്രിസിറ്റിയുടെ നിയമങ്ങൾ പാലിച്ചാലേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ അപകടമാണ്. അപായമെന്ന് ട്രാൻസ്ഫോമറിന്റെ അവിടെ എഴുതി വയ്ക്കാൻ അറിയണ്ട. ആരെങ്കിലും കയറി തൊട്ടാൽ ഇത് ഉപകാരമല്ല, ഉപദ്രവം മാത്രമേ. അപ്പൊ അസ്ഥാനത്ത് അയോഗ്യമായി തൊട്ടാൽ അപകടം, യോഗ്യമായി തൊട്ടാൽ ആരാധിച്ചാൽ ശക്തി, മഹത്വം, അനുഗ്രഹം. അതാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകി വരാനും നമ്മുടെ ശക്തി ദൈവത്തിലേക്ക് പോകാനും ഈ സർക്യൂട്ട് പൂർത്തിയാക്കിക്കൊണ്ടായിരിക്കണം. അത് ആരാധന എന്ന് പറയുന്നതാ. ദൈവത്തിന് മഹത്വ ശക്തി അങ്ങോട്ട് കൊടുക്കുക, സമാധാന ശക്തി ഇങ്ങോട്ട് വരിക, ഇങ്ങനെ കൊടുക്കുക, വാങ്ങിക്കുക. അതാ കഴിയുമ്പോൾ നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കും. ആരാധന കഴിയുമ്പോൾ നിറഞ്ഞിരിക്കും, മറ്റുള്ളവരിലേക്ക് അത് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയില്ല, എൻ്റെ അർത്ഥം ഫീസായി പോയെന്നാണ്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ഫീസായി പോയി. ശക്തി ഇങ്ങോട്ട്, ശക്തി കള്ളൻ കൊണ്ടുപോയി. കള്ളന്റെ ശക്തി കിട്ടിയാൽ അവൻ ചോദിക്കുന്ന പൊന്നുമല കൊടുത്താലേ തിരികെ തരുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് കാൽവരി മലയിൽ വന്ന് തന്നെ രക്തം മുഴുവൻ ഊറ്റിക്കൊടുത്ത് ആ പാതാളം വരെ പോയി പിശാച് ചോദിച്ചിടത്തോളം മറുവില കൊടുത്തിട്ട് തിരികെ വിലയ്ക്ക് വാങ്ങിച്ചാൽ നഷ്ടപ്പെടുന്ന കുറച്ച് എന്തൊരു ചെലവുള്ളതെന്നറിയാവോ. എന്നിട്ട് പോലും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗൗരവമില്ല. പിന്നെ അവന് കൊണ്ട കൊടുത്തോളുക. അപ്പൊ പിന്നെ രക്ഷപ്പെടാനൊക്കുവോ? അതുകൊണ്ട് ഈ പിശാചിലൂടെ നിർത്തിയിട്ട് ദൈവത്തിന്റെ കൂടെ മാത്രമായി പാതിവൃത്തിയുള്ള ജീവിതമായിട്ട് വരാമെങ്കിൽ നമുക്ക് സമാധാന ശക്തിയും കിട്ടിക്കൊണ്ടിരിക്കും, കൊടുത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സ്വർഗം ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കാര്യം അനുഭവിച്ചറിയുവാനുള്ള വേദിയാണ് ആരാധന സ്ഥലം. ആരാധന സ്ഥലത്ത് വന്ന് നമ്മൾ ദൈവവചനപ്രകാരമല്ലാത്ത എല്ലാ പ്രതികരണങ്ങളും പിശാചിന് കൂട്ടു നിൽക്കുകയാണ്. പിശാചിന് നമ്മുടെ ശക്തി കൊടുക്കുകയാണ്, നമ്മളെ വഞ്ചിക്കുക. അപ്പോൾ വഞ്ചനയുടെ കാര്യം നിങ്ങൾ കേട്ടു. വഞ്ചനയുള്ള ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാനോ വചനത്തിന് ഇരിക്കാനോ സാധ്യമല്ല. വഞ്ചനയുടെ ഒരു പട്ടിക 2 കൊരിന്ത്യർ 1 കൊരിന്ത്യർ 6 2 കൊരിന്ത്യരല്ല 1 കൊരിന്ത്യർ 6 അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി നീ എന്നെ അങ്ങ് ജീവിച്ചോളാൻ പറഞ്ഞു. ഗലാത്യർ 2:20. അതിനുശേഷം താൻ അറേബ്യയിൽ പോയി തപസ് ചെയ്തപ്പോൾ തനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ തന്നെ നമ്മളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ടെന്ന്. മറ്റുള്ളവർ നമ്മളെ വഞ്ചിച്ച കാര്യം നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കും, അതിനെ കൊട്ടിഘോഷിക്കും, അതിനെ നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ തന്നെ നമ്മളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഏതാണ് സ്വയവഞ്ചനകൾ? 1 കൊരിന്ത്യർ 6 ഒരു വലിയ പട്ടികയുണ്ട്. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പി എന്നൊരു വചനമുണ്ട്. എവിടെയാ നിങ്ങൾ കണ്ടോ?
നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. 9-ാം വാക്യം. 1 കൊരിന്ത്യർ 6:9 അനീതി ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ, നിങ്ങളെ തന്നെ വഞ്ചിക്കും. താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വയവഞ്ചനകളാണ്. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാലേ മനസ്സിലാവുകയുള്ളൂ. ഇതൊക്കെ സ്വല്പം ലാഭവും സുഖവും ഒക്കെ ഉള്ള പരിപാടിയുമാണ്. അതിൽ കൂടെ നമ്മുടെ ശക്തി പിശാചിന് കൊടുക്കുക. കള്ളനായ പിശാചി ചോർത്തിയെടുക്കുക നമ്മുടെ ശക്തി. അന്നേരം ഒരു സുഖമൊക്കെ ഉണ്ട്. പക്ഷെ അത് മുഴുവൻ പിശാചിന്റെ വർഷോപ്പിലേക്ക് പോകും. അത് ശാപമായി ശിക്ഷയായി തിരിച്ചടിക്കും, തകർന്നു പോകും. അതുകൊണ്ട് ഈ സ്വയവഞ്ചനകളെ കുറിച്ചുള്ള ഉൾക്കാഴ്ച ദൈവാത്മാവ് തരേണ്ടതാണ്. നമ്മുടെ ഹൃദയം വഞ്ചന കൊണ്ട്, സ്വയവഞ്ചന കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ വചനവും ഇല്ല, ശക്തിയും ഇല്ല, അനുഗ്രഹവും ഇല്ല, ശാപം മാത്രം കാണും. നമ്മളും നമ്മുടെ പൂർവികരും സ്വയവഞ്ചിതരാണ്, സ്വയവഞ്ചകരാണ്. അവരറിഞ്ഞിട്ടില്ല അത്. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുകയും. ഏതല്ല? ലൈംഗിക ദുർനടപ്പുകാർ, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, പുരുഷകാമികൾ, സ്വവർഗ സംഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷണക്കാർ, കവർച്ചക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളും ചിലർ യുവകർ ഇങ്ങനെയുള്ളവരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഈ മർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? 9 മുതൽ എത്രാം വാക്യം വരെയാ? 11 വരെ. ഈ 2 വാക്യങ്ങൾ കാണാതെ പഠിച്ച് കയ്യിൽ എഴുതിക്കൊണ്ട് നടക്കേണ്ടതാണ്. ഈ ലേഖനം ഇതൊരു കടലാസിലോട്ട് എഴുതിയിട്ട് അതൊരു കയ്യെ ചുറ്റിക്കൊണ്ട് നടന്നാൽ, അയ്യോ ഈ വഞ്ചന എനിക്ക് സംഭവിക്കരുത്, ആരെങ്കിലും ചോദിച്ചാൽ പറയാം, ഞാൻ എന്നെ വഞ്ചിക്കാതിരിക്കാൻ ഇതുകൊണ്ട് നടക്കുക എന്ന് പറയും. സുവിശേഷം പറയാൻ സാധിക്കില്ലേ? അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ, ഈ സ്വയവഞ്ചനകൾ നമ്മുടെ പ്രാണനെയും നമ്മുടെ ജീവനെയും ശക്തിയും പിശാചിന് കൊടുക്കുക. പിശാച് അതും കൊണ്ട് പോവുക. എന്നിട്ട് അവന്റെ അശുദ്ധിയും ശാപവും നമ്മളെ അടിച്ചേൽപ്പിക്കുക. അത് അടുത്ത തലമുറയിലേക്ക് പോവുക. കഴിഞ്ഞ തലമുറയിൽ നമ്മൾ അനുഭവിച്ച് തീർന്നിട്ടുമില്ല. അതുകൊണ്ടാണ് സ്വസ്ഥതയില്ലാത്തത്. അതുകൊണ്ടൊരു കാലാവധിയുണ്ട്. എത്രയും വേഗം കർത്താവ് പിശാചിനുള്ളതെല്ലാം അവൻ എടുത്തുകൊണ്ട് പോട്ടെ, എനിക്ക് നീ തരുന്നത് മാത്രം മതി എന്ന് പറഞ്ഞ് പാതിവൃത്തത്തോടെ ജീവിക്കാമെങ്കിൽ നമുക്കുണ്ടാകുന്ന രോഗം, നാശം, കഷ്ടം, സങ്കട മുതലായ പിശാചിന്റെ അവകാശം തീർക്കാൻ ദൈവം അനുവദിക്കുന്ന അവസരമാണെന്ന് വിചാരിച്ച് അതിനെല്ലാം നന്ദി പറയാമെങ്കിൽ ആരും നമ്മളെ കാണാതെ, ആരും നമ്മളെ തൊടാതെ കർത്താവിന്റെ ഉള്ളിൽ മറച്ചു വെക്കുന്ന ഒരു അനുഭവം വരും. 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നവന് ഒരു ബാധയും കൂടാരത്തിന് അടുക്കാത്ത ഭദ്രമായി നമ്മളെ സൂക്ഷിച്ചു വെക്കുന്ന സമയം അവൻ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് കർത്താവിന് മഹത്വ ശക്തിയും കൊടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ഇതാണ് ശത്രുക്കളെ കൊണ്ട് പോലെ പറയിപ്പിക്കാൻ സാധിക്കുന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് മുമ്പ് വിശുദ്ധരായി തീർന്ന കർത്താവിന് മഹത്വ ശക്തിയും കൊടുത്ത് അനുഗ്രഹ ശക്തി അനേകരിലേക്ക് അടുത്ത 1000 തലമുറയ്ക്ക് വരെ കൊടുത്ത വിശുദ്ധന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇപ്പോൾ ഉപപ്രാർത്ഥന തുടരുകയാണ്. അവർ നമ്മുടെ മധ്യത്തിൽ കടന്നു പോകാൻ പോവുകയാണ്. നയവാൻ പന പോലെ തളർത്തിടാളെ ലാക്കാക്കിയുള്ള നമ്മുടെ ഒരുക്കം തുടരുന്നു. നമ്മളിന്ന് കേട്ടതായ നിരോധനങ്ങളെ സ്വയംപരിശോധനയ്ക്ക് സഹായകരമാകട്ടെ. സ്വർഗീയ മണവാളനായ യേശുവിന് മാത്രമുള്ളതായ നമ്മുടെ ശരീരവും ജീവനും ജീവിതവും ഹൃദയവും മറ്റാർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ ആ തീക്ഷ്ണതയുള്ള കർത്താവ് ആ കേസ് തീർത്തെങ്കിലേ നമുക്ക് സ്വസ്ഥതയുണ്ടാവുള്ളൂ. ഇത്രയും വേഗം പോയി കർത്താവിനെ കാലയെ പിടിച്ച് കരയുക. കർത്താവെ, ഞാൻ നിൻ്റേതായിരുന്നു, ഞാൻ രക്ഷിച്ചു പരിപാലിച്ചു, ഒത്തിരി അവകാശം എൻ്റെ പേരുണ്ട്. പക്ഷെ ഞാൻ അന്യായമാണ് കാണിച്ചത്. ശത്രു ഞാൻ എന്നെ കൊണ്ട് കൊടുത്തു. എൻ്റെ മഹത്വ ശക്തി ഞാൻ എടുത്ത് തട്ടിക്കൊണ്ടുപോയി. എന്നെ ഒന്നിനും കൊള്ളുകയില്ല. ഇപ്പോൾ ക്ഷമിക്കണം. അവിടെ നീ മറുവിലമെടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി ഞാൻ ഒന്നുകൂടി ഓർക്കുന്നു. സ്വർഗത്തിലെ ബാങ്കിൽ നിന്റെ രക്തം ഇപ്പോഴും എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നന്ദി. ആ രക്തത്തെ ഓർത്ത്, ആ മുറിവുകളെ ഓർത്ത് എന്നോട് കരുണയുണ്ടായി. ഇനിയും ഞാൻ പാപം ചെയ്യുകയില്ല. ഞാൻ നിന്നെ മാത്രം അനുഗമിച്ചോളാം. എനിക്ക് നിന്നിലൊന്ന് ആനന്ദിക്കണം, നിനക്ക് എന്നിലും ആനന്ദിക്കണം. ആ അവകാശം സാധിച്ചു തന്ന് അങ്ങനെ ആ ആനന്ദം നന്മയാ തിന്മയെ ജയിക്കുന്നതിൻ്റെ ബലമായി മാറണം. ആ ബലം കൊണ്ട് സർവായുധവർക്കും ധരിച്ച് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വേൾവിക്കാരുടെ എല്ലാം പ്രതിയായിട്ട് ഒരാളിപ്പോൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ആമീൻ പറഞ്ഞ് നിങ്ങളുടേതാക്കി കഴിഞ്ഞാൽ ഇനി ശേഷിക്കുന്ന നാളത്തെ ഗൗരി സദായുടെ പെരുന്നാൾ ഗൗരി സദ എങ്ങനെയാണ് സത്യക്രിസ്ത്യാനിയായി തൻ്റെ പോരാട്ടത്തിൽ ജയിച്ചത് ആ വിദ്യ നമ്മളെ പഠിപ്പിക്കും. അതിനുശേഷം വരുന്ന ഒരാഴ്ചത്തെ നമ്മുടെ മൗന ധ്യാനങ്ങൾ നമ്മുടെ സ്വയപരിശോധനയ്ക്ക് ശക്തീകരണത്തിന് ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേൾവിക്കാരുടെ പ്രതിയായിട്ട് പ്രാർത്ഥിക്കാൻ ഒരാളുടെ കയ്യിലോട്ട് മൈക്ക് കൊടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചോ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അങ്ങക്ക് വഴിവരുക്കുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സങ്കേത ഭവനത്തിലിരിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തന്റെ നേതൃത്വത്തിൽ ഞങ്ങളിരിക്കുന്ന ആ ശിക്ഷ സമൂഹത്തെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്നതായ ഈ വിശിഷ്ടമായ കുർബാനയെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് ദൈവാന് വേണ്ടി കർത്താവ് എത്രയോ ത്യാഗങ്ങൾ കുരിശിലനുഭവിച്ച് എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. അപ്പച്ച, ഞങ്ങളുടെ കഠിന ഹൃദയങ്ങളെ മാംസ ഹൃദയങ്ങളാക്കി മാറ്റി വചനം കൊണ്ട് നിറച്ച് കർത്താവിന്റെ തിരുസന്നയിൽ കൊള്ളാവുന്ന ആളുകളായി മാറുവാൻ ഞങ്ങളോട് എപ്പോഴും കരുണയായിരിക്കണമേ എന്ന്
താഴ്മയായി കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഈ വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം കർത്താവിൻ്റെ ശരീരരക്തം നമ്മുടെ അകത്തുണ്ട്. അനുഭവിക്കാത്തവർക്ക് ഇതിന് ഇവിടെ ഇരിപ്പുണ്ട്. അവനെ നോക്കി ആരാധിക്കുമ്പോൾ കർത്താവിനോട് ക്ഷമ ചോദിച്ച്, കർത്താവെ, ഞങ്ങൾ തന്നെ പാപം ചെയ്ത് വിൽക്കപ്പെട്ടവരാണ്, നീ വില കൊടുത്ത് ഞങ്ങളെ വീണ്ടും വാങ്ങിച്ചെങ്കിൽ പിന്നെ ഞങ്ങൾ വിൽപ്പന തുടരുക, ഈ ഗതികേടൊന്ന് മാറ്റിത്തരണം. അതുകൊണ്ട് കർത്താവ് ഇന്നും കൃപായുഗം നീട്ടിക്കൊണ്ട് രണ്ടാമത്തെ വരവ് മാറ്റിവെച്ച് ഞങ്ങളെ കൂടെ കല്യാണത്തിന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ബന്ധപ്പെടുകയാണ്. നിങ്ങൾക്ക് ആ ത്രോണോസിലിരിക്കുന്ന കാസായും വിലാസായും കാണാവുന്ന പരുവത്തിൽ നിൽക്കുകയോ മുട്ടുകുത്തുകയോ എന്നൊക്കെ ചെയ്താട്ടെ, കാണാവുന്ന പരുവത്തിൽ നിന്നാട്ടെ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ആ കർത്താവിന് നന്ദി പറയുക. പിതാക്കന്മാർ എല്ലാ പ്രാർത്ഥനയുടെ അവസാനം നിന്നെ എപ്പോഴും സ്തുതിക്കുന്നവരാക്കണമെന്നാണ് പറയുന്നത്. കുർബാനയ്ക്ക് ഉള്ള എല്ലാ പ്രാർത്ഥനയുടെ അവസാനം നിന്നെ ഞങ്ങൾ എപ്പോഴും സ്തുതിക്കുന്നവരാ. ശ്വാസം വലിയ സ്തുതിയെന്ന് പറയുന്നത് ശ്വാസം വലിയ. സ്തുതിക്കാത്തവർ ചത്തവരാ. ജീവനുള്ളവന് മാത്രമേ സ്തുതിക്കാനൊക്കെയുള്ളൂ. അപ്പോൾ എനിക്ക് ജീവൻ വേണം എന്ന് പറഞ്ഞ് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്താൽ മാത്രം ജീവിക്കുന്ന അവസരങ്ങൾ വരും. എപ്പോഴാണെന്നറിയാവോ? ചിലപ്പോൾ ചില ശ്വാസം മുട്ടൽ കൂടി വന്നിട്ട് ആസ്മ കൂടിയിട്ട് ശ്വാസം വലിക്കാനൊക്കാതെ ചങ്കിടിപ്പ് നിന്നു പോകുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ തന്നെ ഇടിച്ച് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്താണ് ചിലരെ ജീവിക്കുന്നത്. അപ്പോൾ സ്തുതി നിന്ന് പോയവർക്ക് ആസ്മയാണ്, അവർക്ക് ശ്വാസം മുട്ടലുണ്ട്, അവരുടെ ചങ്കിടിപ്പ് നിന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ചങ്കിടിപ്പിക്കാൻ പോവാം, ഒരു 15 മിനിറ്റ് ഒന്ന് ഇടിച്ച് നോക്കാൻ പോവാം. 12 വരെ നമ്മുടെ ആരാധനയുടെ സമയമാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ തിരിച്ചു രക്തങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, കർത്താവെ, നിനസ്തുതിയും ഹല്ലേലൂയയും നിർത്തരുത് ഞങ്ങൾ പാടിയിട്ടുണ്ട്, പക്ഷെ നിർത്തി. പാട്ട് കഴിഞ്ഞോടെ ഞങ്ങൾ നിർത്തി. അതിൻ്റെ അർത്ഥം തന്നെ ചത്തതാണെന്നാണ്. അപ്പോൾ ജീവനുള്ളവന് മാത്രമേ സ്തുതിക്കാനൂ. എനിക്ക് ജീവൻ വേണം. എനിക്ക് നിന്നെ ഇടപെടാതെ സ്തുതിക്കുന്ന ചങ്കിടിപ്പ്, ആ രക്തധമനി കൂടെ രക്തം പ്രവഹിച്ച് അതിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് കാണണമെന്ന് പറഞ്ഞ് കർത്താവിനെ നമുക്ക് സ്തുതി നിർത്തിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവെ ഞാൻ നിർത്തരുതേ, വിധി നീതി കയ്യോ ചെയ്യരുതേ, ഞാൻ പാതകയെന്നറിയുന്നേ, സർവകടങ്ങളും ആരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവെന്നെ, മൗനം ഹൃതിയാൽ ഞാൻ പോകും, നീക്കുക ഹൃദയാലൻ പാപം. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തില് കർത്താവിന്റെ വചനം എഴുതി വെച്ച അടിമത്സവരെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയം കർത്താവെ വചനം എഴുതുന്ന ഒരു ഹൃദയത്തിന്റെ പലകയായി മാറണം കർത്താവെ. ഇതുവരെ ഞങ്ങൾ കർത്താവിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയെടുക്കാമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഒന്ന് കർത്താവെ, നിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. ഹൃദയം അടിമനസ്സിലേക്ക് വചനം കർത്താവെ ഒന്ന് എത്തിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കണം. സമുദ്രം പോലെ ഹൃദയം വിശാലമാക്കുമ്പോൾ കർത്താവെ ഹൃദയത്തിലേക്ക് കർത്താവിന്റെ വചനം എഴുതിപ്പെട്ട് അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിറയപ്പെട്ടവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കർത്താവെ കൈമേൽ എഴുതണമെന്ന് പറഞ്ഞു കർത്താവെ, ഞങ്ങളുടെ കൈയിൽ ഇതുവരെ ഞങ്ങൾ വചനം എഴുതിയിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും വളകളുടെയോ വാച്ചുകളുടെ കൈ ഒന്നും കർത്താവെ വചനം കെട്ടാൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. വചനം കയ്യെ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പാപത്തിന്റെ സാഹചര്യത്തിലേക്ക് വീഴുമ്പോൾ കർത്താവെ, ആ പാപത്തിൽ വീഴാതെ ആ വചനത്തെ നോക്കി കർത്താവെ ഞങ്ങളുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പാപത്തിൽ വീഴുന്നത് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ വചനം കെട്ടിയിട്ടില്ല കർത്താവെ. അവിടുന്ന് കട്ടളപ്പടിമേലും കർത്താവെ കഥകുമേലും വചനം ഇടണം. ഞങ്ങളുടെ കട്ടളയിലോ ഞങ്ങളുടെ കഥകുമേലോ കർത്താവിന്റെ വചനമില്ല. ഹൃദയമാകുന്ന കട്ടള, ഹൃദയമാകുന്ന പലക കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളപ്പോൾ കർത്താവെ മോശ കർത്താവെ അവിടുന്ന് 10 കൽപ്പന കർത്താവെ പലകയിൽ എഴുതി കൊടുത്തതുപോലെ, കല്ലുമേൽ എഴുതി കൊടുത്തതുപോലെ ഞങ്ങൾക്ക് കർത്താവ് കൽപ്പനകളും വചനങ്ങളും തന്നു കർത്താവെ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതാനായിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതാത്തതുകൊണ്ടാണ് കൽപ്പന ഞങ്ങൾക്ക് അനുസരിക്കാൻ കഴിയാതെ ഞങ്ങൾ വീണുപോയിരിക്കുന്ന അവസ്ഥ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം ഞങ്ങളുടെ കണ്ണിന് വട്ടമായി തീരണം കർത്താവെ. ഇതുവരെ വചനം വട്ടമായി മാറിയിട്ടില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കണ്ണിനും കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയതായി കർത്താവെ ഈ വചനം അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമ്പത്തുകൾ കർത്താവ് തരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇന്ന് ഞങ്ങൾക്ക് സമ്പത്തില്ല, സമാധാനമില്ല, നീതിയില്ല കർത്താവെ, ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല കർത്താവെ, സന്തോഷമില്ല, ഞങ്ങൾക്ക് ഭവനമില്ല, ഞങ്ങൾക്ക് സമ്പത്തില്ല കർത്താവെ. ഞങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ വിഷമിക്കുമ്പോൾ കിണറ്റിൽ കർത്താവ് ആവശ്യത്തിന് കിണറും കർത്താവെ നല്ല തോട്ടങ്ങളും കർത്താവെ അതുപോലെ നല്ല ഹല്ലേലൂയ വീടുകളും ഒക്കെ ഞങ്ങൾക്ക് തരാമെന്ന് കർത്താവിന്റെ വാഗ്ദത്തം ചെയ്തു. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടാത്തതിന്റെ കാരണം ഇന്ന് ഞങ്ങളുടെ കർത്താവെ ജീവിതത്തിലെ വചനം അനുസരിക്കാത്തതുകൊണ്ടും വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതാത്തതുകൊണ്ടും കൈമേൽ കെട്ടാത്തതുകൊണ്ടും കണ്ണുമേൽ പെട്ടതാകാത്തതുകൊണ്ടും ഇതൊക്കെയാണെന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. അത് നെറ്റിയിൽ എഴുതി വെക്കുവാൻ ദൈവത്തിന്റെ വചനം ഞങ്ങളെ കാണുമ്പോൾ തന്നെ കാണുന്ന ഒരു വചനം വായിക്കുവാൻ ഞങ്ങൾ തന്നെ കർത്താവിന്റെ വചനമായി മാറുവാൻ അപ്പോൾ ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ വിട്ടുതരികയാണ് കർത്താവെ. പൂർണ്ണമായി ഞങ്ങളെ
ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളോട് കണ്ണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളതുകൊണ്ട് കർത്താവെ ഇന്ന് സ്വയവഞ്ചകരും പരവഞ്ചകരുമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ വഞ്ചന ചെയ്ത് ഞങ്ങളെ തന്നെ വഞ്ചിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ അകന്നുപോയി. പിശാച് ഞങ്ങൾക്കെതിരായി സ്വർഗ്ഗകോടതി കേസ് കൊടുത്തു. യേശു നല്ലൊരു വക്കീലിനെ പോലെ സ്വർഗ്ഗകോടതി പോയിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ വീണ്ടും വീണ്ടും പാപത്തിന്റെ അടിമേൽ ചെല്ലുമ്പോൾ എന്റെ കർത്താവിനെ ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നു, കർത്താവിനെ ഞങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടപ്പാ. ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ഞങ്ങൾ കർത്താവെ വചനം അനുസരിച്ച് കർത്താവിന്റെ ഹൃദയപ്രകാരം ജീവിക്കുമ്പോൾ ഞങ്ങൾ ചലിക്കുന്ന സ്വർഗമായി മാറും, ചലിക്കുന്ന ദേവാലയമായി മാറാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഇതുവരെ ഞങ്ങൾ ചലിക്കുന്ന ദേവാലയമോ ചലിക്കുന്ന സ്വർഗമാകാതെ കർത്താവെ ഞങ്ങൾ നരകത്തിലേക്ക് വീണുപോയി. നരകത്തിന്റെ അവസ്ഥയിൽ വീണ് കിടക്കുന്ന അവസ്ഥ ഞങ്ങൾ മറന്നുപോയി. ആ നരകത്തിലേക്ക് വീണ്ടും ഞങ്ങൾ ആഗ്രഹിച്ച് വഞ്ചന ചെയ്ത് സ്വയവഞ്ചനയും പരവഞ്ചനയും ഞങ്ങളുടെ ജീവിതത്തിൽ കയറി പിടിച്ച് കർത്താവിന് ഇഷ്ടമില്ലാത്ത ജീവിതത്തിലേക്ക് ഞങ്ങൾ മാറിപ്പോയി. ഞങ്ങളെ തന്നെ വിറ്റ കേസ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും മാതാപിതാക്കളും ഞങ്ങളും ഒക്കെ ഞങ്ങളെ വിറ്റ് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസിന് കൊടുത്തൊരു കേസ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ശത്രു ഞങ്ങളെ വിറ്റപ്പോൾ ഞങ്ങളെ സൃഷ്ടിച്ചു രക്ഷിച്ചു പരിപാലിച്ച ദൈവം ദുഃഖിക്കുന്നുണ്ട്. ആ ദുഃഖം മാറ്റുവാൻ, അങ്ങയുടെ വേദന മാറ്റുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഒരവസരം കൊടുത്തന്ന് ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് വിലക്കി വാങ്ങി വിശ്വാസം കൊടുത്ത കേസുകൾ എടുത്തു കളഞ്ഞിട്ട് ഇനിയും ഞങ്ങൾ വീണ്ടെടുത്ത് ഞങ്ങളെ പാപത്തിൽ നിന്ന് കർത്താവിന്റെ രാജ്യത്തിലേക്ക് ആക്കി തീർക്കുമ്പോൾ ഇനിയും പാപം ചെയ്യാതെ കർത്താവിന്റെ കൂടെ ഞങ്ങൾ നടക്കുവാൻ മക്കളക്കാർക്ക് മറിയെ പാപം ചെയ്ത് ഇനിയും പാപം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അവള് കർത്താവിന്റെ കൂടെ നടന്നതുപോലെ ഉയർത്തുന്ന യേശുവൊക്കെ പ്രത്യക്ഷപ്പെട്ടതുപോലെ കല്ലറയ്ക്ക് എതിരാവിലെ ഓടിയതുപോലെ എന്റെ കർത്താവിന്റെ അടുക്കലേക്കൊന്ന് ഓടുവാൻ, എന്റെ കർത്താവിന്റെ അടുക്കലേക്കൊന്ന് വരുവാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ പുത്തൻ കൃപകള്, പരിശുദ്ധാത്മാവിന്റെ പുത്തൻ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് കർത്താവെ ഞങ്ങളെ തന്നെ വഞ്ചിച്ച അവസ്ഥയോട് വിട പറഞ്ഞിട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തില് കർത്താവിന് വേണ്ടി കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും കർത്താവെ സഹിക്കുവാനും കർത്താവെ മറ്റുള്ളവർ ഞങ്ങളെ ഉൾപ്പെടുമ്പോൾ മുറിവുണ്ടാകുന്നെങ്കിൽ ഞങ്ങൾ വചനത്തിന്റെ അടിയിലേക്ക് എത്തിച്ചേരാത്തതുകൊണ്ടാണ് സ്തേഫാനോസ് കല്ലേറുകളുടെ മധ്യത്തിലും കല്ലിനെ നോക്കാതെ എറിഞ്ഞവരെ നോക്കാതെ പിതാവേ ഇവർ ചെയ്യുന്ന അറിയാൻ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവിനെ അടിച്ചവരെ, കർത്താവിനെ വേദനിപ്പിച്ചവരെ, കുരിശ് തറക്കപ്പെട്ടവരെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്ന അറിയാൻ ഇവരോട് ക്ഷമിക്കണമെന്ന്. പിതാവേ ഞങ്ങളെ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ അതിനെക്കാട്ട് തിരിച്ചു കുറ്റം പറഞ്ഞ് കോപിച്ച് രക്ഷപ്പെടുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് കർത്താവേ. അതിന്റെ കാരണം കർത്താവെ ഞങ്ങൾക്ക് വചനം ഇതുവരെ ഗ്രഹിക്കാനോ വചനം അനുസരിക്കാനോ വചനം പഠിക്കാനോ വചനപ്രകാരം ജീവിക്കാനോ വഴിയാത്താണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മഹത്വ ശക്തി ഇന്ന് വിശ്വാസം കൊണ്ടുപോയി ദൈവദൂതന്മാരെ നിങ്ങൾ മഹത്വ ശക്തി ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ വചനം ഞങ്ങൾ വിട്ടുപോയി കർത്താവെ. ഞങ്ങളുടെ മഹത്വ ശക്തി ഞങ്ങൾ ശത്രുവിന് കൊടുത്തു, ശത്രുവിന് ഞങ്ങളെ വിറ്റു, ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിട്ടുപോയി. അപ്പൊ ആ മഹത്വ ശക്തി കർത്താവിന് തരുമ്പോൾ അത് അനുഗ്രഹ ശക്തിയുമായി മടങ്ങി വരും. ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമില്ല, സമാധാനമില്ല, മഹത്വമില്ല, ഒന്നുമില്ല, ശക്തിയില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു. അത് ഞങ്ങളുടെ മഹത്വ ശക്തി ഞങ്ങൾ കെട്ടിവെച്ച് വിശ്വാസിന് കൊടുത്തത് കൊണ്ടാണ്. ഇതാ ഇന്ന് മുതലുള്ള ശക്തി മഹത്വം എന്റെ കർത്താവിന് തന്നിട്ട് കർത്താവിന്റെ മഹത്വ ശക്തി ഞങ്ങൾക്ക് തന്ന അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്റെ കർത്താവ് നല്ലവരെന്ന് രുചിച്ചറിഞ്ഞ് എന്റെ കർത്താവ് തന്നെ രസിക്കുവാൻ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ വിട്ടുതരികയാണ് കർത്താവ്. നിന്റെ സൃഷ്ടാവാവുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവയെന്നാവുന്നു അവന്റെ നാമം. സൃഷ്ടാവാവുന്ന ഭർത്താവിനെ വിട്ടിട്ട് അന്യ പുരുഷന്മാരോട് അന്യ സ്ത്രീകളോട് പോയ കേസ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പിശാചിനെ ഞങ്ങളെ വലിച്ചുകൊണ്ടുപോയി, പിശാചിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്തു, ദൈവേഷ്ടം ഞങ്ങൾ നഷ്ടപ്പെടുത്തിപ്പോയി. ദൈവമേ ക്ഷമിക്കണമേ കർത്താവേ. ഞങ്ങളുടെ സൃഷ്ടാവാകുന്ന ഭർത്താവിനെ അല്ലാതെ ഞങ്ങൾക്ക് ആരെയും വേണ്ട. ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവിന്റെ ഹൃദയത്തോട് ഒട്ടിപ്പിച്ച് ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഗർഭപാത്രത്തിൽ മാംസം ധരിച്ച് ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് 9 മാസമാകുമ്പോൾ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന അങ്ങനെ യേശു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന ഒരു ഗർഭപാത്രമായി ഞങ്ങൾ മാറുന്ന ഒരു അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി ഞങ്ങൾ കർത്താവിന്റെ മാത്രമായി, കർത്താവ് ഞങ്ങളെന്ന് മാത്രമായി ഞങ്ങൾ കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിച്ച്, കർത്താവ് ഞങ്ങളിൽ സന്തോഷിച്ച് ആനന്ദിച്ച് അങ്ങനെ കർത്താവിന്റെ കൂടെ നടക്കുന്നവരും കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവരും കർത്താവിന്റെ മാത്രം സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഏക രക്ഷകനായ യേശുവിനെ അല്ലാതെ വേറൊരു രക്ഷകനെ ആഗ്രഹിക്കാതെ കർത്താവിന്റെ പിന്നാലെ കുരിശെടുത്ത് യാത്ര ചെയ്യുവാൻ കർത്താവേ ഞങ്ങൾക്ക് യേശുവിനെ മതി. യേശുവിനെ സ്വന്തമാക്കി ഞങ്ങളെ മാറ്റണം, യേശുവിനെ മാത്രമാക്കി ഞങ്ങളെ മാറ്റണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിക്കണം, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നദിപോലെ ആറുപോലെ കടലുപോലെ ഒഴുകണം. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കി നീ കർത്താവിന്റെ കൂടെ മറഞ്ഞിരിക്കുന്ന നീതി ഞങ്ങൾക്ക് തരണം. അങ്ങനെ കർത്താവിന്റെ വചനം ഒരേപടി അനുസരിക്കുവാൻ പൊന്നു കർത്താവേ പൊന്നു കരങ്ങളില്ല. ഇതാ ഞങ്ങളെ വിട്ടുതരുന്നു കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോട് കണ്ണു തോന്നണമേ കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾക്ക് യേശുവിനെ അല്ലാതെ ആരെയും വേണ്ട കർത്താവേ, ഞങ്ങൾക്ക് ഒന്നിനും വേണ്ട, ഒന്നും വേണ്ട. യേശുവേ യേശുവിനെ മാത്രം ഞങ്ങൾക്ക് മതി. യേശുവിനെ അല്ലാതെ ആരെയും വേണ്ട, ഒന്നിനും വേണ്ട. യേശുവേ യേശു തരുന്നത് ഞങ്ങൾക്ക് മതി, തരുന്നിടത്തോളം മതി, തരുന്ന സമയത്ത് മതി, തരുന്നത് മധുര വൈപ്പായിക്കോട്ടെ, അത് മതി കർത്താവേ. അതിനായി പൂർണ്ണമായി ഞങ്ങളെ വിട്ടുതരികയാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജീവനും എല്ലാ കർത്താവിനും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കണ്ണുനീര് പറ്റണമെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച കേസ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറണം. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ വയ്യാതെ നരങ്ങുന്ന അവസ്ഥയാക്കി മാറ്റി
ആ അവസ്ഥയെല്ലാം ഞങ്ങളോട് ക്ഷമിക്കുക കർത്താവേ. ഞങ്ങളെ ഇന്ന് പുതിയ സൃഷ്ടികളാക്കി പുത്തൻ കൃപകളാൽ നിറച്ച് പുത്തൻ അനുഗ്രഹങ്ങളാൽ നിറച്ച് ആത്മാവിന്റെ സത്യത്തിന് ദൈവത്തെ ആരാധിച്ച് കർത്താവ് നല്ലവരെന്ന് രുചിച്ചറിഞ്ഞ് എന്റെ കർത്താവ് തന്നെ രസിച്ച് അനുഗ്രഹത്തിന്റെ വാരി വർഷിക്കുന്ന അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ പാത്രമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇതാ വിടുതന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിദ്യാബോധങ്ങളെ എടുത്തു കളഞ്ഞ് നല്ല മനസാക്ഷി തന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ തീറ്റുകൊടുത്ത് വളർത്തിയ തിന്മയുടെ ശക്തികളെ തന്റെ അംശത്തിലൂടെ ഇന്ന് ചവിട്ടേണ്ട ചവിട്ടി മാറ്റിക്കെട്ടേണ്ട മാറ്റിക്കെട്ടി ഭാരം കൊടുക്കേണ്ട ഭാരം കൊടുത്ത് സമൃദ്ധ വിട്ട് അങ്ങനെ കർത്താവിന് ചെയ്യാൻ പോകുന്ന വലിയ വേലകൾക്ക് നന്ദി പറയുന്നു. കർത്താവേ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. ഈ സങ്കേത ഭവനത്തെ സമർപ്പിക്കുന്നു. ഇതൊരു ധ്യാനകേന്ദ്രമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവമെങ്കിൽ അനേകർ കടന്നു വന്ന് വിടുതൽ പ്രാവശ്യവാൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അനേകർ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനെ അയക്കണമേ. കർത്താവേ ഞങ്ങളാരും തടസ്സമാകാതെ ഞങ്ങളുടെ പാപങ്ങൾ തടസ്സമാകാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കപ്പലാക്കി ഞങ്ങളെ മാറ്റി സ്വർഗത്തിലെ ദൈവം ഞങ്ങളിലൂടെ ദൈവനാമം മഹത്വം എടുക്കണമേ. അങ്ങനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നാളെ നടക്കുന്ന ആരാധനയ്ക്കായി നന്ദി. നാളത്തെ കുർബാനയിൽ അധ്യക്ഷൻ യേശുവാണ്. യേശു എന്നെ കുർബാന അർപ്പിക്കണമേ. കർത്താവേ ശുശ്രൂഷക്കാർ കടന്നു വരുന്നവരെ എല്ലാം ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങൾ തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു നാമത്തന്നെ യജമാനൻ വരുമെന്ന് ഉണർവുള്ളോ